ഹലോ ഹായ് വെൽക്കം ടു ഏത് നല്ല കൊമേഡി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മിസ്റ്റർ ദിഗംബരൻ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മലയാളം പോഡ്കാസ്റ്റാണ്. സ്പോട്ടിഫൈയിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞങ്ങളിപ്പോൾ സ്പോട്ടിഫൈയിൽ മാത്രമല്ല ആമസോൺ മ്യൂസിക്, ആപ്പിൾ മ്യൂസിക്, യൂട്യൂബ് മ്യൂസിക്, പോക്കറ്റ് കാസ്റ്റ്, കാസ്റ്റർ എഫ് എം അങ്ങനെ പല പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആണ്. ജിയോ 7 അവിടെയൊക്കെ നിങ്ങൾക്ക് ഞങ്ങളെ ചെക്കൗട്ട് ചെയ്യാം. ഞങ്ങളെ ഈ വർഷത്തെ സ്പോട്ടിഫൈ റാപ്പിൻ്റെ ഒരു ക്രിയേറ്റേഴ്സിനായിട്ടൊരു എന്താ പറയുന്നത്, നമുക്കിങ്ങനെ ഈ വർഷം റാപ്പായി എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇങ്ങനെ അനലിറ്റിക്സ് കാണിച്ചായിരുന്നു, അതായത് നമ്മുടെ സ്പോട്ടിഫൈ എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൽ പറയുന്നത് 96 പേർക്ക് നമ്മൾ ടോപ്പ് 5 പോഡ്കാസ്റ്റാണ്, 107 ഫാൻസിന് നമ്മൾ ടോപ്പ് 10 ആണ്, 61 ഫാൻസിന് നമ്മൾ അവരുടെ ടോപ്പ് 5 അല്ല ടോപ്പ് 1 നമ്പർ 1 പോഡ്കാസ്റ്റായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് നിങ്ങൾ സപ്പോർട്ട് ചെയ്തതിന്. നിങ്ങളുടെ ടോപ്പ് 1 നമ്പർ 1 പോഡ്കാസ്റ്റുകളിൽ ഒരെണ്ണമായി മാറാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ബാക്കിയുള്ള മറ്റേ 96 പേരും 107 പേരെയും കൂടെ ഈ ടോപ്പ് 1ലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതാണ് ഞങ്ങളുടെ എയിം. യൂട്യൂബിൽ ഞങ്ങൾ 500 സബ്സ്ക്രൈബേഴ്സ് പ്ലസ് ആയിട്ടുണ്ട്. അപ്പോൾ അത് താങ്ക് യു സോ മച്ച്. തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി പുതിയ വെറൈറ്റി ആയിട്ടുള്ള കോണ്ടൻ്റൊക്കെ ഞങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഫോളോ ചെയ്യുക. അവിടെ ഞങ്ങൾ ഷോർട്ട് ഫോമാറ്റിലുള്ള റീൽസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് യൂട്യൂബിലുള്ളവർക്ക് നിങ്ങൾ നമ്മുടെ കുട്ടിച്ചാത്തൻ്റെ റീലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്ത് അവിടെ ഈ വർഷത്തെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകളിലൊന്നായ സംഭവമാണ്. അപ്പോൾ അതുപോലെയുള്ള പുതിയ പുതിയ ഐറ്റംസ്, ഇൻഫോർമേറ്റീവായിട്ടുള്ള ഐറ്റംസൊക്കെ ഞങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കാം. അപ്പോൾ എന്താണേലും താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ തുടർന്നുള്ള സപ്പോർട്ടും എല്ലാം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളാണ് ഞങ്ങളുടെ ഊർജം. അപ്പോൾ ഊർജത്തോടെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിനിമയെക്കുറിച്ച് പറയാനാണ്. നമ്മുടെ ഡിഫൻഡർ സീരീസിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു തെലുങ്ക് പടം, ബാലയ്യ പടത്തിന് ശേഷം മറ്റൊരു തെലുങ്ക് പടമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു നക്സലേറ്റ് പടവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ നക്സലേറ്റ് പടത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ നമ്മുടെ ചാനലിലെ നക്സലേറ്റുകളിൽ ഒരാളായ ശ്രീമതി UDC കുമാരിയെ ഞാൻ വെൽക്കം ചെയ്യാണ്. മിസ് UDC കുമാരി, വെൽക്കം ടു ദി ഷോ. Thank you, thank you. Hello, everybody. ഒരു പോരാളി എന്ന നിലയിൽ എന്ത് തോന്നുന്നു? നല്ലൊരു മികച്ച പടമായിരുന്നു. കണ്ടിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ചിരി അടക്കാൻ വയ്യാതെ ഞങ്ങൾ ആഹ്ലാദിച്ചു പോയൊരു പടമായിരുന്നു. യെസ്. ഞങ്ങൾ ഈ വിടുതലൈ 2ൻ്റെ റിലീസിനോടനുബന്ധിച്ച് വിടുതലൈ പാർട്ട് 1 ഒന്ന് റീവിസിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എപ്പിസോഡൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് എന്നാൽ പിന്നെ ഇന്ത്യയിലെ മറ്റ് ചില നക്സൽ പടങ്ങൾ പടങ്ങൾ. ഒന്ന് വിസിറ്റ് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയയിലാണ് നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന ചിത്രമാണ് വിരാട്ട പർവം. ഇത് നമ്മുടെ റാണ ദഗ്പട്ടിയാണ് അതിൻ്റെ നായകൻ. അദ്ദേഹത്തോടൊപ്പം നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം അല്ല സൗത്ത് ഇന്ത്യയുടെ സ്വന്തം സായ് പല്ലവി അദ്ദേഹവുമുണ്ട്. മിക്കവാറും എനിക്ക് തോന്നി നമ്മൾ അമരൻ്റെ മറ്റേ വേട്ടയൻ്റെ എപ്പിസോഡൊക്കെ ചെയ്തിരിക്കുന്നതുകൊണ്ട് പിന്നെ ഈ വിരാട്ട പർവ്വം കൂടെ കൊണ്ടുവരുമ്പോൾ ആൾക്കാർക്ക് എന്തോ ഇവർക്ക് സായ് പല്ലവിയോട് പേഴ്സണലായിട്ട് എന്തോ പകയുണ്ടെന്നുള്ള രീതിയിൽ തോന്നാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ഞങ്ങളിവിടെ ആദ്യമേ ഡിസ്ക്ലൈമർ വെക്കുകയാണ്, ഞങ്ങൾക്ക് സായ് പല്ലവിയോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. ഇല്ല ഇല്ല ഇല്ല. അമരൻ കണ്ടപ്പോൾ ഒരു ചെറിയ വിരോധം തോന്നി. കാര്യം അത് നമ്മുടെ ഭാഷയോടുള്ള സ്നേഹം കൊണ്ടാണ് കേട്ടോ, സായ് പല്ലവിയോടുള്ള വെറുപ്പ് കൊണ്ടൊന്നുമല്ല. സായ് പല്ലവി സത്യം പറഞ്ഞാൽ അതുവരെ ഞങ്ങളുടെ റേഡാറിലേ ഇല്ലായിരുന്നു. ആയിരുന്നു. ബട്ട് അതെ. അമരൻ കണ്ടതിന് ശേഷമാണ് അത് അദ്ദേഹം അതിൽ വന്നത്. ഞങ്ങൾ ആ എപ്പിസോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ മാത്രമേ അമരം കണ്ടുള്ളായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ദിഗംബരനെ ഇത് കാണാൻ വേണ്ടി പറഞ്ഞു വിട്ടു. എന്നിട്ട് അതെ അതെ അദ്ദേഹം അതെ പോയി കണ്ടു. അതെ. അദ്ദേഹം പോയി കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ എന്തിനാണ് പൊട്ടിത്തെറിച്ചതെന്ന്. ഞാൻ ഓർത്തോണ്ടിരുന്ന ഇവക്ക് സായ് പല്ലവിയോട് എന്തോ പ്രത്യേക വിരോധം എന്തെങ്കിലും ഉണ്ടായിരിക്കും എന്നുള്ള രീതിയാണ്. ബട്ട്
പടം കണ്ടു കഴിഞ്ഞപ്പോഴാണ് യു.ഡി.സി കുമാരി അനുഭവിച്ച ആ വേദന എനിക്ക് പിടികിട്ടിയത്. ഒരു മലയാളി എന്ന നിലയിൽ നമ്മളെപ്പോലെ അനേകം മലയാളികൾക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് സായ് പ്രശ്നം എന്താ പല്ലവിക്ക് അറിയോ? ഈ ആ മലയാളി ഇന്റർവ്യൂവേഴ്സ് വന്നിട്ടേ, ഉം, വന്നിട്ട് മറ്റേ സായി പല്ലവി ഇന്റർവ്യൂ ചെയ്യുമ്പഴത്തേനും, "ഓഹ് സോ ക്യൂട്ട് ആക്സെന്റ്" എന്നൊക്കെ പറയുമ്പഴത്തേനാണ് നമുക്ക് അത് ഇവളൊക്കെ ഓഹ്! അവസാനം. എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ മറ്റേ പ്രേമത്തിന്റെ അകത്തൊക്കെ അവര് നല്ല ക്യൂട്ടായിരുന്നു. ആക്ച്വലി ഒരു തമിഴൊക്കെ പറഞ്ഞ് അല്ലേ? അങ്ങനെയൊക്കെ നമുക്ക് കൊള്ളാം. പക്ഷെ നമ്മുടെ ഭാഷ ഇങ്ങനെ ഒരുമാതിരി അത് എങ്ങനെ പറയാ? അത് നമ്മൾ ഓൾറെഡി ഒരു എപ്പിസോഡ് ചെയ്തതാണല്ലോ. പിന്നെ ഞാനും കൂടെ ചേർന്ന് ഇനിയിപ്പം അത് തന്നെ ഒരു എപ്പിസോഡ് ആക്കിയാലോ എന്നൊക്കെ ആലോചിച്ചു. പിന്നെ അത്രയും അങ്ങോട്ട് വേണോ? നമ്മള് ആസ്ഥാന സായ് പല്ലവി ഹേറ്റേഴ്സ് ആകുമോ എന്നുള്ള രീതിയിൽ ഞങ്ങളത് വേണ്ടെന്ന് വെച്ചാണ്. പക്ഷെ അപ്പഴാണ് അബദ്ധവശാൽ ഞങ്ങൾ വിരാട്ടപർവ്വം കാണാനിടയായത്. യെസ്. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളും സായ് പല്ലവിയും തമ്മിലുള്ള ബന്ധം ഉടനെ ഒന്നും തീരുമെന്ന് തോന്നുന്നില്ല. വിരാട്ട പർവ്വം കൂടെ കണ്ടപ്പോൾ പൂർത്തിയായി എന്ന് പറയാം. എന്താണ് വിരാട്ട പർവ്വം എന്ന് ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ എന്ത് പറയും? സായി പല്ലവിയുടെ യാത്ര ഓഫ് ചാർലി ആയിട്ട് ഞാൻ പറയും. എനിക്കത് കണ്ടിട്ട് ചാർലി ആയിട്ട് തന്നെയാ തോന്നിയത്. ചാർലി വിത്ത് ഒരു നക്സൽ ബാക്ക്ഗ്രൗണ്ട്. ഒരു നക്സലൈസ്ഡ് വെർഷൻ ഓഫ് ചാർലിയാണ് വിരാട്ട പർവ്വം. അപ്പൊ അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ആരാണ് ആരാണ് ഡയറക്റ്റ് വേണു ചെയ്തിരിക്കുന്നത്? ഉടുകുള എന്നാന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല എങ്ങനെ നിന്നെ കൊണ്ട് വായിക്കുന്നേ. പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. UDUGU അല്ലേ? ഉടുകുള എന്നാന്ന് തോന്നുന്നു. ഉഡുഗുള്ളയായിരിക്കും. വേണു ഉഡുഗുള്ളയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. Yeah. സിനിമാറ്റോഗ്രഫി ഡാനി സാഞ്ചസ് ലോപ്പസ് ആണ് ചെയ്തിരിക്കുന്നത്. ഓ, പ്രൊഡ്യൂസ്ഡ് ബൈ ശ്രീ ലക്ഷ്മി വെങ്കടേശ്വര സിനിമാസ് ആൻഡ് സുരേഷ് പ്രൊഡക്ഷൻസ്. ഓ. 15 കോടിയാണ് ബഡ്ജറ്റ് എന്ന് വിക്കിപീഡിയ പറയുന്നു. 12 കോടിയാണ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് സ്വാഭാവികം. അത്ര എന്നും അവർ തന്നെ കിട്ടിയോ? പറയും. അപ്പോഴത് ഏഹ്, പക്ഷെ വിരാട്ടപർവ്വം ക്രിട്ടിക്സിന്റെ അടുത്തുനിന്നും പോസിറ്റീവ് റിവ്യൂസ് ഒക്കെയാണ് നേടിയെന്നാണ് പറയുന്നത്. ബട്ട് എന്തിന്? ബോക്സ് ഓഫീസിൽ അൺഫോർച്ചുനേറ്റ്ലി പുവർലി പെർഫോം ചെയ്തു എന്നുള്ള അല്ലെ ഡിസ്പൈറ്റ് അല്ലെ പോസിറ്റീവ് റിവ്യൂസ് ദ ഫിലിം പെർഫോം പുവർലി അറ്റ് ദ ബോക്സ് ഓഫീസ് എന്നാണ്. അതിൽ ആരാ വലിയ പോസിറ്റീവ് അത്ഭുതമൊന്നുമില്ല. റിവ്യൂ തന്നത്? ക്രിട്ടിക്സ് കാര്യം ആ, ഇത് പറഞ്ഞല്ലോ ഒരു എന്താ പറയുന്നത് സായ് പല്ലവിയുടെ ചാർലിയാണ്. അതായത് നമ്മുടെ പാർവതി ദുൽഖറിനെ അന്വേഷിച്ചിറങ്ങിയതുപോലെ സായ് പല്ലവി റാണേനെ അന്വേഷിച്ചിറങ്ങുന്നതാണ്. പക്ഷെ പാർവതി ദുൽഖറിനെ അന്വേഷിച്ചിറങ്ങിയത് ഒരു ക്യൂരിയോസിറ്റിയുടെ ഒക്കെ പുറത്ത് അങ്ങനത്തെ ഒരു ഇതാണ്. സായ് പല്ലവിക്ക് അങ്ങനെയല്ല. സായ് പല്ലവി റാണ ദഗുബാട്ടി ഒരു നക്സൽ ലീഡറാണ്. തുറുല്ലാവു ആണ്. ട്രൂ ലബ് ട്രൂ ലബ് അപ്പം ട്രൂ ലബിന്റെ പേരിലാണ് സായ് പല്ലവി ഇറങ്ങുന്നത്. പിന്നെ ഓ, ദളം എന്ന് പറഞ്ഞ ഒരു എന്താ പറയുന്ന ഒരു നക്സൽ ഗ്രൂപ്പിന്റെ ലീഡറാണ് നമ്മുടെ റാണ ദഗുബട്ടിയുടെ ക്യാരക്ടർ. അദ്ദേഹത്തിന്റെ പേര് രാവണ്ണ എന്നാണ്. ഇനി രാവണനും അണ്ണനും കൂടെ ചേർത്ത് കൂട്ടിയതാണോ രാവണ്ണ എന്ന് എനിക്കറിഞ്ഞൂടാ. അദ്ദേഹത്തിന്റെ നാമം രാവണ്ണ എന്നാണ്. അപ്പോ രാവണ്ണ എഴുതിയ ആരണ്യം ആരണ്യാണോ ആരണ്യമാണോ അരണ്യ, അരണ്യ. ആരണ്യ ഓക്കെ. ആരണ്യ എന്ന് പറഞ്ഞ ഒരു വിപ്ലവകരമായ കവിതകളൊക്കെയുള്ള ഒരു പുസ്തകം വായിച്ചിട്ട് അതിൽ അദ്ദേഹത്തോട് ആരാധനയും പ്രണയവും തോന്നി. അങ്ങനെ അദ്ദേഹത്തെ അന്വേഷിച്ചിറങ്ങുകയാണ് നമ്മുടെ സായി പല്ലവി. ആരണ്യയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആരണ്യകം ഓർമ്മ വന്നു. ആരണ്യകത്തിൽ നമ്മുടെ നമ്മുടെ സ്വന്തം എട്ടുതൊട്ടകൾ. നമ്മുടെ ദേവ്ജി അദ്ദേഹമുണ്ട്. അപ്പോൾ എട്ട് എട്ട് തോട്ടകളല്ല 9 തോട്ടകൾ. 9 തോട്ടകൾ. നമ്മൾ കൃത്യമായിട്ട് ഇരുന്ന് എണ്ണി 9 തോട്ടകൾ കൊണ്ട് ദേവ്ജി വെടിയേറ്റ് മരിക്കുന്ന ഒരു ചിത്രമാണ് ചായ ആരണ്യകം. ചായക്ക് അരിപ്പയായിട്ട് എടുക്കാൻ അത്ര അതെ, തോട്ടം കിട്ടുന്നു. അതും അന്നത്തെ കാലത്ത് ഈ ആനേനെയൊക്കെ വെടിവെക്കുന്ന മറ്റേ തോക്കൊണ്ടാന്ന് തോന്നുന്നു പുള്ളി വെടിവെച്ചത്. നല്ല പാവം. ആരണ്യകം കണ്ടിട്ടില്ലാത്തവർക്ക് സ്പോയിലേഴ്സ് ആയിരിക്കും. ബട്ട് നിങ്ങൾ കണ്ടു നോക്കാൻ നല്ലൊരു പടമാണ്. നമ്മുടെ സ്വാഭാവികമായിട്ടും എല്ലാ പടത്തിലും ഉള്ള പോലെ, എല്ലാ ദേവ്ജി പടത്തിലും ഉള്ള പോലെ ദേവ്ജി മരിക്കും ദേവ്ജിക്കൊപ്പം. അത് എട്ട് അതെ, തോട്ടകൾ വീണു. അതാണ് അതിന്റെ ദേവ്ജിക്കൊപ്പം ഇതിവൃത്തം. ദേവ്ജി. ഞങ്ങൾ ഈ നക്സൽ പടങ്ങളൊക്കെ റീവിസിറ്റ് ചെയ്ത കൂട്ടത്തില് ഈ ആരണ്യകം കണ്ടിരുന്നു. MT വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ദേവ്ജി. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മുടെ അനുരാഗ് സിംഗ് വിനീതും ഉണ്ട് ഹീറോ ആയിട്ട്.
ഹീറോ ആണെന്ന് പറയാൻ പറ്റില്ല. അവനാ പറ്റത്തില്ല. ഇച്ചിരി പെർവേർട്ട് അദ്ദേഹത്തിന്റെ പോലെ. അല്ല അദ്ദേഹത്തിന്റെ ചില പ്രവർത്തികളൊക്കെ ഇച്ചിരി കൂടിപ്പോയോ എന്നുള്ള രീതിയിലുള്ളതാണ്. പക്ഷെ ഒരു പാവം അതെ, അതെ. 16-കാരൻ പാൽക്കാരൻ പയ്യനാണ് അദ്ദേഹം. പിന്നെ മനോഹരേട്ടനാണ്. മനോഹരേട്ടൻ. അല്ല മനോഹരേട്ടൻ, മോഹനേട്ടൻ. സോറി മോഹനേട്ടൻ മോഹനേട്ടൻ. മോഹനേട്ടനായിട്ടാണ് പൊടിമീശ മുളയ്ക്കുന്ന പ്രായത്തിലുള്ള നമ്മുടെ വിനീതിനെ കാണാം. അപ്പോൾ ദേവ്ജി അതിൻ്റെ നല്ല അകത്തുണ്ട്. പാട്ടുകളും ഉണ്ട് ല്ലേ? ആ ഒളിച്ചിരിക്കാൻ. ഉം. ആ ഒന്ന് ആലപിക്കുന്നു ഒരു അയ്യോ വേണ്ട. വേണ്ടേ ആലോചിച്ച് വേണ്ടാത്ത ഉള്ള കേട്ടോണ്ടിരിക്കുന്നവരെയും കൂടെ പറഞ്ഞു വിടണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പം നല്ല ഗാനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നല്ലൊരു പടമാണ്. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ദേവ്ജി ക്ലാസിക്സിലോട്ട് ഡെഫിനറ്റ്ലി. നമ്മൾ കടന്നിട്ടില്ല. അപ്പോൾ തീർച്ചയായും ആരുടെയും അതിൽ വരുന്ന ഒരു സംഭവമാണ്. നമ്മള് അപ്പം സാധാരണ ക്ലാസിക്സ് ചെയ്യുന്നത് എല്ലാവരുടെയും ബർത്ത്ഡേ ടൈമിലാണ്. അതായത് ലാലേട്ടന്റെ ചെയ്തതാണേലും കമലഹാസന്റെ ചെയ്തതാണേലും മമ്മൂക്കയുടേത് എനിക്ക് തോന്നുന്നു ബർത്ത്ഡേയുടെ ടൈമിലല്ലായിരുന്നെന്ന് തോന്നുന്നു അല്ലേ? അല്ലല്ലല്ല. പക്ഷെ ആ. അത് ആദ്യമേ പോൾ ഇട്ടിരുന്നു. അത് ഓക്കെ. നമ്മളിതുവരെ യൂട്യൂബിൽ ഇട്ടിട്ടില്ല. കാര്യം അത് ആം, 2 മണിക്കൂറിന്റെ വെർഷൻ വേണോ? 1 മണിക്കൂറിന്റെ? ആ ചിലപ്പോൾ ഇത് നമ്മള് പറഞ്ഞു ഡൗൺലോഡ്. കഴിയുമ്പോഴത്തേക്ക് ഞാൻ മിക്കവാറും ഇടുമായിരിക്കും. അതുകൊണ്ട് എനിക്ക് റൈറ്റ്. അറിഞ്ഞുകൂടാ. എപ്പോഴേലും വരും അത് യൂട്യൂബിൽ. യെസ്. അപ്പൊ എന്നാണ് ഇതും അങ്ങനെയാണ് നമ്മൾ നോർമലി ക്ലാസിക്സ് ചെയ്യുന്നത്. സോ വി ആർ പ്ലാനിങ് എ ക്ലാസിക്സ് എപ്പിസോഡ് ഫോർ ദേവ്ജി ഓൾസോ. അപ്പൊ അതൊരു അതെ. സ്പെഷ്യൽ ക്ലാസിക്സ് എപ്പിസോഡ് ആയിരിക്കും അല്ലേ? ഒരു അതെ ബർത്ത്ഡേ തീർച്ചയായും. സ്പെഷ്യൽ ആയിരിക്കും. സോ ദേവ്ജിയുടെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ടൊരു ഒരു സ്പെഷ്യൽ ഐറ്റം പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് പുറമെ വേണമെങ്കിൽ ക്ലാസിക്സ് കൂടി ഇടാം. നമ്മുടെ ദേവ്ജി അല്ലേ. ഇപ്പം അതുകൊണ്ട് പിന്നെ ചെയ്യും. അദ്ദേഹത്തിന് ഒരു ട്രിബ്യൂട്ട് ഡെഫിനറ്റ്ലി. കൊടുത്തില്ലെങ്കിൽ അതെ. അപ്പം ഈ ആരണ്യ കണ്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. യെസ്. ഇപ്പം സായി പല്ലവി ഒരു എന്താ പറയുന്ന ഒരു ഗ്രാമത്തിൽ ഗ്രാമത്തിന്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി. എന്തുവായിരുന്നു പേര്? പേരൊക്കെ കൊണ്ടുവരണം മറന്നുപോയി. പേരോർത്തിരിക്കാൻ വേണ്ടിയുള്ളതൊന്നും ഇല്ല. ആ വേറൊന്നും ഓർത്തിരിക്കാനും മാത്രമൊന്നും ഇല്ല. ആ, അപ്പം എന്താ? വാറങ്കൽ അങ്ങനെ ആ, എന്തോ ആണെന്ന് ആ, തോന്നുന്നു. അതെ, അതെ. വാറങ്കൽ ഡിസ്ട്രിക്ട്. യെസ്. ആ അപ്പം തുടക്കം തന്നെ കാണിക്കുന്നത് നമ്മുടെ വെണ്ണിലയുടെ ബർത്തോട് കൂടിയാണ്. അപ്പം വെണ്ണില ഒരു നക്സലും പോലീസുകാരും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിന്റെ ഇടയിലാണ് വെണ്ണില ജനിക്കുന്നത്. അപ്പോൾ വെണ്ണില ജനിക്കുമ്പോൾ തന്നെ വെണ്ണിലയുടെ ഏഹ്, എന്താ പറയുന്നേ ഏഹ്, മാതാജിക്ക് വയറ്റാട്ടിയായിട്ട് നിന്ന ഒരു നക്സൽ വനിത അദ്ദേഹം ഇങ്ങനെ വെണ്ണിലേനെ എടുത്ത് കയ്യിലോട്ട് പിടിക്കുമ്പോൾ തന്നെ ഹെഡ് ഷോട്ട് കൊണ്ട് അവരുടെ തലച്ചോറൊക്കെ ചെതറി അത് വെണ്ണിലയുടെ മേത്ത് വീണ് അങ്ങനെയൊക്കെ ഒരു ബ്രൂട്ടലായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ്. അപ്പം രക്തത്തിൽ കുളിച്ചുകൊണ്ടാണ് വെണ്ണില ജനിച്ചു വീഴുന്നത്. ഒന്ന് ആലോചിക്കുക. അപ്പോൾ ഒരു നക്സൽ വെണ്ണില ബിലോങ്സ് ടു ദ നക്സൽസ് എന്ന് അവിടം തന്നെ നമ്മൾ കാണിക്കുകയാണ്. അവിടെ തൊട്ടേ നമ്മൾ ഈ തീർച്ചയായും. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അവരുടെ പോരാട്ടത്തിനിടയിലാണ് വെണ്ണില ജനിച്ചു വീഴുന്നത്. ചോരയുടെ കുരുതിക്കളത്തിലേക്ക്. ഓ ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ കവിത രോമാഞ്ചം ഇങ്ങനെ വരുന്നു. കവിത. അപ്പൊ അങ്ങനെ അങ്ങനെയാണ് വെണ്ണില ജനിച്ചു വീഴുന്നത്. അപ്പോൾ വെണ്ണിലയുടെ അച്ഛൻ ഒരു ആ, എന്താ പറയുന്നത് ഈ പാട്ടൊക്കെ പാടി ഉം, പുള്ളി ഒരു അങ്ങനത്തെ പോയറ്റാണ് അല്ലേ? ഒരു പുള്ളി വില്ലേജ് പോയറ്റ് പോലത്തെ ഒരാളാണ്. പുള്ളി ഇങ്ങനെ കൊച്ചിന് പോയട്രി പറഞ്ഞു കൊടുക്കുന്നതൊക്കെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരു ആ, ടൈപ്പ് അതെ അതെ മനുഷ്യനാണ്. യെസ്. അതെ. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ലവ് എന്ന് പറയുന്നത് ഡിവൈൻ എന്താ ഡിവിനിറ്റിയോട് നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഒരു ലവ് പ്രോസസ്സാണ്. അതെ, എന്നാണ്. അതെ. അതെ. അങ്ങനെ മനുഷ്യന് ആ ഒരു ദൈവികത്വത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് വെണ്ണിലയുടെ അച്ഛൻ പറഞ്ഞു പഠിപ്പിക്കുന്നത്. പക്ഷെ അത് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ അത് സ്വന്തം മോള് ജീവിതത്തിൽ പ്രായോഗികമാക്കുമ്പോൾ പുള്ളിക്ക് പുള്ളിക്ക് തിരി അത് ഇളകും. ഇഷ്ടപ്പെടില്ല. ആ അത് അത് പറയാനൊക്കെ നല്ല രസമുണ്ട്. ഞാനങ്ങനെ പലതും പറഞ്ഞു വന്നിരിക്കുക. അത് കേട്ടിട്ട് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകാനാണ് നിന്റെ പരിപാടിയെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴ് രവിശങ്കറാണ് നമ്മുടെ രാവണ്ണ. അതായത് റാണ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഇൻസ്പയർ ആയിട്ട് പുള്ളിക്കാരി ഇറങ്ങിപ്പോകാൻ പ്ലാൻ ഇടുകയാണ്. പക്ഷെ അപ്പം ഇവർക്കൊരു മാമ കൂടിയുണ്ട് സായി പല്ലവിക്ക്. വെണ്ണിലയുടെ മാമ ഒരാളുണ്ട്. എന്തോ ബാവ എന്നെന്തോന്ന് തോന്നുന്നു അതിൽ ബാവ, വിളിക്കുന്നത് അല്ലേ? ബാവ. 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 അത് നമ്മുടെ ഭാഷയിൽ പറയുമ്പോൾ മാമൻ, മൊറമാമൻ, മൊറച്ചെറുക്കൻ. ആ, ആ. മുറച്ചെറുക്കൻ. സോറി നമ്മുടെ തമിഴിൽ നമ്മുടെ ഭാഷയിലല്ല. തമിഴിൽ മാമൻ. തമിഴിൽ ഞാൻ ഈ തമിഴിലൊക്കെ ബിഗ് ബോസ് ഒക്കെ ചെയ്യുന്നോണ്ട് ഇപ്പം എല്ലായിരിക്കും ഒരുപോലെയാണ്. അതുകൊണ്ട് നമ്മുടെ മുറൈ ഭാഷയില് മാമൻ മൊറച്ചെറുക്കൻ പോലെയാണ്. ബാവയാണ് ബാവ. ബാവ. അപ്പൊ ഈ ബാവ ഒരുത്തനുണ്ട്.
ബാബ കഷ്ടമുണ്ട്. പാവം സായി പല്ലവിക്ക് മുഖത്ത് എന്നാ നീ ഇങ്ങനെ വെളിയിലൊക്കെ ഇറങ്ങി നടക്കുന്നോണ്ടാ മുഖത്തൊക്കെ ഈ കുരുവൊക്കെ വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫെയർ ആൻഡ് ലവ്ലി ഒക്കെ വാങ്ങിച്ചു കൊടുക്കും. പുള്ളിക്കാരിക്ക് ഫെയർ ആൻഡ് ലവ്ലി ഒക്കെ വാങ്ങിച്ചു കൊടുക്കും. അതെ അതെ. അതൊരു മികച്ച പ്രണയ സ്റ്റോറി ആകേണ്ടതായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? പാവം പെണ്ണില്ല പോയട്രി കണ്ട് എന്താ ഘോര പ്രണയത്തിൽ അങ്ങ് ഉൾപ്പെട്ടങ്ങ് അതെ, ഉൾക്കാട്ടിലേക്ക് പോകുന്ന കഥയാണ്. മികച്ച ഇത്രയും കാലം ചെറുപ്പം തൊട്ടേ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാനുള്ളവരാണ്, നിങ്ങൾ എന്താ പരസ്പരം പറഞ്ഞു വെച്ചിരിക്കുന്നൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് പാവം ബാവേനെ മോഹിപ്പിച്ച് അവനാണ് കയ്യിലില്ലാത്ത കാശ് മുടക്കി ഫേസ് ക്രീമൊക്കെ അന്തക്കാലത്ത് വാങ്ങിച്ചു കൊണ്ട് കൊടുത്തിട്ട് ഈ പെണ്ണ് പക്ഷെ ആ, പക്ഷെ ഇവരുടെ വീട്ടുകാര് കല്യാണം ആലോചിക്കാൻ വരുമ്പഴേ, അവളോടൊന്നും ചോദിക്കാതെ ചുമ്മാ അവളിങ്ങനെ മുറിയിലിരിക്കുക. അപ്പൊ ഇവള് വെളിയിലോട്ട് നോക്കിയപ്പോഴത്തേനും ഇവരുടെ ഈ വീട്ടുകാര്, ഈ ബാവയുടെ വീട്ടുകാര്, അതായത് അവര് ഫാമിലിയാണ് അവര്. എന്താണ് മൊറച്ചർക്കനാണല്ലോ. അവര് വന്ന് ഫുഡൊക്കെ കഴിച്ച് കല്യാണമൊക്കെ ഉറപ്പിച്ച് ശ്രീധനൊക്കെ ഉറപ്പിച്ച് അവരങ്ങ് പോയി. അവളെ കണ്ടതുമില്ല, ചോദിച്ചതുമില്ല, ഒന്നുമില്ല. എല്ലാം എല്ലാം അവളോടും തന്നെ ഉറപ്പിച്ച്. ചോദിക്കുന്നേ ഇതെല്ലാം അങ്ങോട്ട് പണ്ട് തൊട്ടേ പറഞ്ഞു വെച്ചിരിക്കുന്നതാണല്ലോ. അതെ. അവരാ ഒരു ഡീലിലങ്ങ്, പിന്നെ അന്നത്തെ കാലമല്ലേ. ഇപ്പൊ എന്റെ അപ്പനും അമ്മയും കല്യാണം കഴിച്ച തന്നെ അതുപോലെയാണ്. ഒരു ദിവസം ഓ. വീട്ടില് ഇവരെല്ലാരും കൂടെ വന്നു. അമ്മ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പം വീട്ടിൽ വന്ന സമയത്ത് അവിടെ വന്നിരിക്കുന്നവർക്കൊക്കെ ചായ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. പുള്ളിക്കാരി ചായയൊക്കെ കൊണ്ട് കൊടുത്ത് തിരിച്ച് അടുക്കള വന്ന് ഹാപ്പി ആയിട്ടിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച നോക്കിയപ്പോഴത്തേക്ക് മനസ്സമ്മതം. ഓ, അന്ന് വന്ന് ചായ കൊടുത്ത പുള്ളിയായിട്ടാണ്. അങ്ങനെയാണ്, അതൊരു പ്രത്യേക രീതിയിലാണല്ലോ അന്നത്തെ കാലത്തൊക്കെ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് വെണ്ണിലയും അതുപോലെ തന്നെ. പക്ഷെ വെണ്ണില അവിടെ എന്താ പറയുന്നത്, എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് ബാവേരെ അടുത്തും പറഞ്ഞ് പറഞ്ഞു. പുള്ളിക്കാരി അവിടെ നിന്ന് യാത്രയാവുകയാണ് രാവണ്ണയെ തേടി. ഇവളുടെ അമ്മ പറയും നിന്നെ ഞാൻ ചൂലെടുത്ത് അടിക്കുന്നു. അവള് ചൂലെടുത്ത് അമ്മയുടെ കൈ കൊടുത്തിട്ട് അടിക്ക് തള്ളേ ആ അതെ, പണ്ടാരോ. ഓ എന്റെ അങ്ങനെ അമ്മോ. അമ്മയോട് അങ്ങനെ ഭയങ്കര വളരെ സ്നേഹമുള്ള ഒരു കുച്ചിയാണ് ഇതിനകത്തിൽ വെണ്ണില. തീർച്ചയായും. തീർച്ചയായും ഇപ്പം അങ്ങനെ വെണ്ണില വെണ്ണില ചന്ദനക്കിണ്ണം പോലെ അകന്നകന്ന് പോവുകയാണ് രാവണ്ണയെ തേടി. രാവണ്ണയെ തേടി ആദ്യം എങ്ങോട്ടാ, ഒരു കോളേജിലോട്ടാണെന്ന് തോന്നുന്നു അല്ലേ? ആദ്യം അല്ലല്ല, ആദ്യം മറ്റേ പുള്ളിയുടെ വീട്ടിലോട്ട് എന്തോ എന്തോ ആ, ഒരു ഒരു അതായത് കോമറേഡിന്റെ അടുത്തോട്ടെന്തോ. ഭിത്തിയില് സായി പല്ലവി ഒരു അഡ്രസ്സ് കണ്ടുപിടിക്കും. അതായത് ഇവര് നക്സലൈറ്റ്സ് ഇവര് വിട്ടിട്ട് പോകുന്നതാണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ അഡ്രസ്സിൽ ചെന്ന് വിവരം ബോധിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്. അത് അല്ലല്ല, സായി ആദ്യം പല്ല ആദ്യം ആ, അവിടെയല്ല. അവളാ ബുക്ക് ഈ രാവണ വായിക്കുന്ന ബുക്കില് പബ്ലിക്കേഷന്റെ കൂടെ നമുക്ക് അഡ്രസ്സും കാണും. ആ ബുക്കിലെ അഡ്രസ് തപ്പിയാണ് ആദ്യം പോകുന്നത്. ഓ അതൊരു ഒരു ഓ രാഷ്ട്രീയ മറ്റേതാ പ്രവർത്തക. സോഷ്യൽ. ആ ആ, ഓക്കെ ഓക്കെ. പെൺപിള്ളേരുടെ. യെസ്. ആ ബുക്കിന്റെ അഡ്രസ് തപ്പിയാണ് പോകുന്നത്. അപ്പൊ അവിടെ ഇരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാവൊക്കെ പോലത്തെ ഒരു അവിടുത്തെ ഒരു ലോക്കൽ നേതാവ് പോലത്തെ ആരോ ആണ് അവിടെ ഉള്ളത്. അപ്പൊ ആ. അവിടെ ചെന്നിട്ട് ഇവള് പറയും എനിക്ക് രാവണനെ കാണണം. സ്വാഭാവികമായിട്ട് അവര് ചോദിക്കും എന്തിനാ മോളെ നീ അതിന് രാവണനെ നീ കാണാൻ. ഏതാണ്ടി നായക്. രാവണനെ കാണാമെന്ന് പറഞ്ഞിട്ട് പാതിരാത്രി വീട്ടിൽ വരും. എന്നിട്ട് അന്നേരം അവരുടെ അടുത്ത് വേറെന്തോ പറയുന്നത്, എനിക്ക് പ്രണയം, അല്ല അവരുടെ അടുത്ത് സത്യം പറയും. പ്രണയം പ്രേമം എന്ന് കൊണ്ടാ. പറയും. അപ്പൊ എന്താ പ്രേമിക്കാൻ കാരണം ഉണ്ടെന്ന് ചോദിക്കുമ്പോ അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, കാരണം ചുമ്മാ ചുമ്മാ വെറുതെ. വെറുതെ. അപ്പൊ ഞാൻ ഇവളോട് പറഞ്ഞു അതാണ് ട്രൂ ലവ് എന്ന് പറയുന്നത്. കാര്യം തിരുവല്ല. നമ്മള് എന്താ പറയാ, നമ്മളൊക്കെ ഒരാളെ ഇപ്പം സ്നേഹിക്കുന്നു പറഞ്ഞാൽ എന്തെങ്കിലും അവരുടെ പേഴ്സണാലിറ്റി ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അവർ നമ്മുടെ പേഴ്സണാലിറ്റി ആയിട്ട് മാച്ചിങ് ആണ്, മറ്റു പല കാര്യങ്ങളും അതിൻ്റെ അകത്തൊരു ഫാക്ടറായിട്ട് വരുമല്ലോ. പക്ഷേ സായി പല്ലവിയുടെ കാര്യത്തിൽ അങ്ങനെയാണ്, എന്താ പറയുന്നത്, ട്രൂ ലവ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് യാതൊരു കാരണവുമില്ല. അങ്ങനെ വേണം സ്നേഹം, നിസ്വാർത്ഥമാകണം, തിരിച്ചൊന്നും ആ, പ്രതീക്ഷിക്കരുത്. തിരുവല്ല. എന്താ പറയുന്നത്, ഒന്നും അറിയാം. രാവണനെ കണ്ടിട്ട് പോലും ഇല്ല, അവരെങ്ങനെ ഇരിക്കുന്നതെന്ന് പോലും അറിയാൻ പാടില്ലെന്ന് തോന്നുന്നു. ഇടയ്ക്ക് കണ്ടായിരുന്നെന്ന് തോന്നുന്നു ഇവരുടെ നാട്ടിൽ എന്തോ ഇവളെ ഒരു പ്രശ്നം പോലീസുകാരെ വരുമ്പോഴത്തേക്കല്ലേ. മോന്തയ്ക്ക് അടിച്ച് വീഴ്ത്തുമ്പോഴേ സൈൻ ചെയ്യാൻ വരത്തില്ല, അല്ല സൈൻ ചെയ്യാൻ എന്തോ അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നില്ലേ. എന്തോ ആക്ച്വലി ഇവരുടെ ഓട്ടോഗ്രാഫ് കൊടുക്കും അവൻ. അത്ര ആ, ചെയ്യത്തുള്ളൂ, ജസ്റ്റ് ഒരു ഓട്ടോഗ്രാഫ് കൊടുക്കും. അത്രേ ഉള്ളൂ. അവന് ആ, ഓർമ്മ പോലും ഇല്ല ഇതൊക്കെ ഏത് ഇതൊക്കെ എവിടത്ത് അതെ, വരും. അതെ. ഏഹ്, ഇവരുടെ ഗ്രാമത്തില് പണ്ട് ആ, എന്താ പറയുന്ന ആൾക്കാരൊക്കെ, പോലീസുകാരൊക്കെ വന്ന് ഇവരുടെ ആ, പെണ്ണുങ്ങളെയൊക്കെ പിടിച്ചോണ്ട് പോയി ആ, എന്താ പറയുന്നത്, പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു ഇതിനെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്തത് പോലീസുകാർ മാത്രമല്ല, വേറെ എന്തോ ആൾക്കാരൊക്കെ വന്നിട്ട് എന്തോ ഇതുപോലെ തന്നെ അവരുടെ ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ തട്ടിക്കൊണ്ടു ഈ പോവുകയും. ലോവർ കാസ്റ്റ് ഹയർ കാസ്റ്റ് അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ അതിനകത്ത് പറയുന്നുണ്ട്. ഈ സായി പല്ലവിയുടെ എനിക്ക് തോന്നുന്നു ആ ലോവർ കാസ്റ്റ് ആണെന്ന് തോന്നുന്നു. കാരണം അവര് ആ സമയത്ത് ആ ഹയർ കാസ്റ്റിലെ ആൾക്കാർ വന്ന് ഇവരെ ഉപദ്രവിക്കുക അടിക്കുകയോ ഒക്കെ ചെയ്യും. പോലീസുകാരാണെങ്കിലും അങ്ങനെ തന്നെ അവരോട് തിരിച്ചു ചോദിക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു ഉം. സോഷ്യൽ സ്ട്രക്ചറിങ്ങും കാര്യങ്ങളും ഒക്കെ അവർ കാണിക്കുന്നുണ്ട് അതിനകത്തിൽ. പക്ഷെ ഈ സായി പല്ലവിയുടെ തുറുല്ല
ലവ് കാണുമ്പോഴാണ് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട്. അപ്പൊ അങ്ങനെയുള്ളപ്പോ ഈ ദളം, ഈ നക്സൽ ഗ്രൂപ്പ് വന്നിട്ടാണ് അവരെ ഹെൽപ്പ് രക്ഷിക്കുന്നത്. ചെയ്യുന്നൊക്കെ. ഉം. അപ്പം ഇത് ഞങ്ങളിത് കാണാൻ കാര്യം തന്നെ നക്സൽ പടങ്ങളിൽ പലപ്പോഴും അവരെ ഒന്നെങ്കിലും മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കുന്ന പടങ്ങളായിരിക്കും. അവർ വില്ലന്മാരായിട്ടുള്ള രീതിയിലായിരിക്കും. ചില പടങ്ങളിലൊക്കെ എന്തിന് അവരുടെ ഐഡിയോളജി ബേസ് ചെയ്തിട്ടുള്ള പടങ്ങൾ വളരെ കുറവാണ്. ഉം. നക്സൽ പടങ്ങൾ തന്നെ കുറവാണ്. അപ്പൊ ആ. ഇതങ്ങനെ ഒരു പടമാണെന്നുള്ള പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ കണ്ടത്. പക്ഷെ കണ്ടു തുടങ്ങിയപ്പോഴാണ് അറിഞ്ഞത് ഇതൊരു ലവ് സ്റ്റോറി ആയിരുന്നു എന്നുള്ളത്. അപ്പം സായി പല്ലവി ഇങ്ങനെ മറ്റേ ആദ്യത്തെ ഇതിൽ ചെന്ന് കഴിയുമ്പോൾ തന്നെ അയാളെ കണ്ടല്ലോ. ഇപ്പൊ ഈ വീട്ടിലുള്ള മറ്റേ ലീഡറെ പോയി കണ്ടു. ലീഡറെ കണ്ട് സായി പല്ലവി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പോലീസ് വന്ന് അയാളെ പിടിച്ചോണ്ടു പോകും. അപ്പൊ അല്ല ആദ്യമൊന്നും അത് ഞങ്ങളത് നോട്ട് ചെയ്തില്ല. അല്ല അതുണ്ടല്ലോ, ഇവള് ചുമ്മാ ആ വീട്ടുകാരൻ പറഞ്ഞു ഇത് നിനക്ക് ഇതെന്ത് ഡസൻ മേക്ക് എനി സെൻസ്, തിരിച്ച് വീട്ടിൽ പോ കൊച്ചേന്ന് പറഞ്ഞു. അപ്പൊ ഇവൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾ പറയുന്നതെന്ന് എനിക്ക് എന്താ പറയാ, അയാൾക്കെതിരെ എന്താ പറയാ, അത് ഈ പറയുന്നതിന് വരെ അയാളുടെ ഭിത്തിയിൽ എഴുതി വെച്ചിട്ട് ഒന്ന് ഞാൻ ആലോചിച്ച് നോക്ക്, നിന്റെ വീട്ടിലോട്ട് ഒരു പെണ്ണ് കയറി എന്നിട്ട് നിന്റെ ഭിത്തിയില് ചോക്കും കൊണ്ട്, ചോക്കല്ല എന്തോ കരി വെച്ചിട്ട് എഴുതുക. എന്റെ ഭിത്തിയല്ലോ, എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ ഭിത്തിയല്ല കരി വെച്ച് എഴുതി കഴിഞ്ഞാൽ പോലീസിന് പിടിച്ചു കൊടുക്കും വൃത്തിയായിട്ടതൊക്കെ. അല്ല, അയാളെ തന്നെ പോലീസ് പിടിക്കുമല്ലോ. അപ്പൊ പിന്നെ സായ് പല്ലവി ഈ പടത്തിൽ ത്രൂ ഔട്ട് എവിടെയൊക്കെ പോകുന്നുണ്ടോ, ആരുടെയൊക്കെ കൂടെ എന്താ പറയുന്നത്, പുള്ളിക്കാരനെ ആരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ അവരൊക്കെ ഒന്നെങ്കിൽ പോലീസ് പിടിച്ചോണ്ട് പോകും, അല്ലെങ്കിൽ വെടികൊണ്ട് ചാവും. വെടിവെറ്റ് ചാവും. അപ്പൊ ഞങ്ങൾ ആക്ച്വലി ഇത് കുറെ നേരം ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഓർത്തു ഇനിയിപ്പം നമ്മുടെ മലയാളത്തിലെ ലങ്കയൊക്കെ പോലെ സായ് പല്ലവീനെ പോലീസുകാർ പറഞ്ഞു വിടുന്നതാണോ, സായ് പല്ലവി ഇവരുടെ ഒരു സ്പൈ ആണോ എന്ന് വരെ നമ്മൾ ഒരു ചിന്തിച്ചു. കോവേർട്ട് കാര്യം സ്പൈ. അതെ. ഒരു സീനിന്റെ അകത്ത് ഇങ്ങനെ ഒരു ഡയലോഗ് ഉണ്ട്. അതായത് ഈ പടത്തിന് എങ്ങനെ വിരാട്ടപർവം എന്നുള്ള പേര് വന്നതെന്ന് പറയുന്നുണ്ട്. ഇപ്പം മഹാഭാരതത്തിലെ ഒരു ചാപ്റ്ററാണ് വിരാട്ടപർവം എന്ന് പറയുന്നത്. സെക്കൻഡ് ചാപ്റ്റർ എന്നാണ്, ഫോർത്ത് ചാപ്റ്റർ എന്നാണ് അവർ പറയുന്നത്. അതായത് നമ്മുടെ പാണ്ഡവരൊക്കെ വനവാസത്തിന് പോകുന്ന ആ ഒരു പീരീഡിന് പറയുന്ന ആ, ഇതാണെന്നാണ് അതിൻ്റെ അകത്ത് പറയുന്നവർ. അപ്പം അപ്പം ആ സമയത്ത് അവർ വനവാസത്തിന് പോയി എല്ലാം എന്താ പറയുന്നത് അണ്ടർ കവറിലായിട്ട് പിന്നീട് തിരിച്ചു വന്ന് രാജ്യം മുഴുവൻ പിടിച്ചടക്കി വീണ്ടും അധികാരത്തിലേറുന്നു എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പം അതുപോലെ ഒരു വിരാട്ടപർവമാണ് ഇവിടെ രാവണനെ പിടിക്കാൻ വേണ്ടത്, നക്സൽ ഗ്രൂപ്പിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടത്. അവർക്കിടയിൽ ഒരു മോളിനെ നമ്മൾ പ്ലാൻ ചെയ്യണം. മോൾ എന്ന് പറയുന്നത് മറ്റേ മോളല്ല, സ്പൈ, ആ മോൾ. അപ്പോൾ അങ്ങനെ ഒരു ഇതിനെ പ്ലാൻ ചെയ്യണം എന്നുള്ളത് കൊണ്ട് ആണ് ഈ മോളെ, അതായത് നമ്മുടെ സായ് മോളെ അവിടെ പ്ലാൻ ചെയ്യാം എന്നുള്ള ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ഈ ഈ ഈ പെൺകുട്ടിയാണ് ഇതിൻ്റെ മെയിൻ തുറുപ്പ് ചീട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഓർത്തു അപ്പം ഇതായിരിക്കും കാരണം. പക്ഷെ അത് പിന്നീട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ സ്ക്രീൻ പ്ലേ എഴുതിയ ആൾ പിന്നെ മറന്നുപോയെന്ന് തോന്നുന്നു. പിന്നെ കാര്യം ഇതും സായ് പല്ലവിയുമായിട്ടുള്ള കാര്യം, ഇവർ പ്ലാൻ ചെയ്യുന്ന മോൾ എന്ന് പറയുന്നത് വേറൊരാളാ. എന്തോ അവന്റെ സമ്മയ്യ. പേരെന്താ, സമ്മയ്യ. സമ്മയ്യ. ആ. സമ്മയ്യനെയാണ് ഇവര് അതിൻ്റെ അകത്ത് പ്ലാൻ ചെയ്യുന്നത്. അതിന് പുറമെ വേറൊരുത്തനെ കൂടെ വെക്കുന്നുണ്ട്. അപ്പൊ ഈ സായ് പല്ലവിക്ക് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. പിന്നെ എന്ത് കാര്യത്തിനാണ് സായ് പല്ലവിനെ ഉപയോഗിച്ചതെന്നുള്ളത് മനസ്സിലായില്ല. എന്താണേലും അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പം നമ്മൾ ഓർക്കും വിരാട്ടപർവം വെണ്ണിലയുടെ ഈ സ്പൈ വർക്കിന്റെ ഇതിലായിരിക്കും എന്നുള്ളത്. അപ്പം പക്ഷെ അങ്ങനെയൊന്നും അല്ലായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും അല്ലായിരുന്നു. അപ്പോൾ സായ് പല്ലവി ഇങ്ങനെ ഇങ്ങനെ യാത്രയിലാണ്, എങ്ങനെ എങ്ങനെയെങ്കിലും രാവണനെ കണ്ടുപിടിക്കണം എന്നുള്ളതിൽ. അപ്പോൾ രാവണയുടെ വീട്ടിലൊക്കെ കയറി ചെല്ലും. രാവണയുടെ വീട്ടിലെ അമ്മേനെ രാവണനെ കണ്ടിട്ട് തന്നെ വർഷങ്ങളായി. രാവണ ഈ നക്സൽ കോസ്റ്റിലോട്ട് ഇറങ്ങിയതിന് ശേഷം പിന്നീട് രാവണ അവിടെ വന്നിട്ടില്ല. അപ്പം അമ്മ തനിച്ച് അവിടെ ഇങ്ങനെ ഒരുപാട് മിസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഈ വെണ്ണില ഇങ്ങനെ ആരാന്ന് പോലും പറയാമെന്ന് അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. ചെന്നിട്ട് പുള്ളിക്കാരി അവിടെ അങ്ങ് താമസം തുടങ്ങുകയാണ്. ഈ വീടൊക്കെ അടിച്ച് പെണ്ണുമ്പിള്ള വാരി. ഒരാൾ നമ്മുടെ വീട്ടിലോട്ട് വരുന്നു, മകനെ അന്വേഷിച്ചാണ് വരുന്നത്. എന്താ നീ ഏതാ എവിടത്തെയാ ഒന്നും അന്വേഷിക്കുന്നൊന്നുമില്ല. പുള്ളിക്കാരി അവിടെ ഇങ്ങനെ മുറ്റമൊക്കെ വൃത്തിയാക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, എന്നാ പിന്നെ അവിടെ അങ്ങനെ ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി അവിടെ വെച്ച് കഴുത്തിലെ സ്വർണ്ണമാലയൊക്കെ ഊരി ഇവളുടെ കഴുത്തിലോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് ചോദിക്കുന്നത് നീ ആരാ എന്തുവാണെന്നൊക്കെ. ഞാൻ അപ്പൊ അവള് എന്തായാലും കൊടുക്കുന്ന ആൻസർ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നിങ്ങളുടെ എന്താണോ മോൻ അറിഞ്ഞൂടാ, പക്ഷെ ഞാൻ നിങ്ങളുടെ മരുമോളാണെന്ന്. പരിപോളാണത്. അതെ, അവരെ തന്നെ അറിഞ്ഞുകൂടാ ഇങ്ങനെ ഒരാളുണ്ടെന്നുള്ള. അവരെ അന്ന് ഏതാണ്ട് ഓട്ടോഗ്രാഫ് എഴുതി കൊടുത്തു എന്നുള്ള, അല്ലാണ്ട് ഇങ്ങനെ ഒരു 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 പ്രസ്ഥാനത്തിന്റെ എക്സിസ്റ്റൻസ് പോലും അവൻ അറിയാൻ പാടില്ല.
അപ്പൊ അങ്ങനത്തെ ഒരു വിയേർഡ് ആയിട്ടുള്ള, അല്ല സോറി വാക്ക് ട്രൂ മാറിപ്പോയി, ലവ്. വളരെ ക്യൂട്ടായിട്ടുള്ള, അത് ട്രൂ ലബാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോ സായി പല്ലവി എന്നിട്ട് പിന്നെ ഒരു സോഷ്യൽ വർക്കറിന്റെ ഒക്കെ വീട്ടിൽ പോകുന്നുണ്ട്. അതിന് മുന്നേ ആണെന്ന് തോന്നുന്നു, മറ്റേ കോളേജിലുള്ള ഒരു ഇത്, ആ, അതെ, അതായത് അതെ, അതെ. രാവണ്ണ അവിടെ ഒരു കോളേജിൽ ഒരു ഏറ്റുമുട്ടലൊക്കെ നടക്കുന്നുണ്ട്. അപ്പം സായി പല്ലവി സംഹൗ അവിടെ ലാൻഡ് ചെയ്യും. ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ വെച്ച് തന്നെയാണെന്ന് തോന്നുന്നു രാവണ്ണ പറയുന്നതെന്ന് തോന്നുന്നു. ഒരു തുണി തയ്ക്കുന്ന ഒരു പെണ്ണുമ്പിള്ളയുടെ അവിടെ ഇവളൊരു മഴയത്ത് നിൽക്കുമ്പോ ഒരു പെണ്ണുമ്പിള്ള ഇവക്ക് വിളിച്ച് ചോറ് കൊടുക്കുന്ന നീ ഓർക്കുന്നുണ്ടോ? അവര് തുണി ആ തയ്ക്കുന്ന അവരായിരുന്നു. അവരുടെ വഴിയാണ് ഇവർ അറിയുന്നത് ഇവിടെ കോളേജിൽ വരുന്നുണ്ടെന്നുള്ള കാര്യം. ആ, അത് പാതിരാത്രി സായി പല്ലവി ഇങ്ങനെ ഈ ഗ്രാമത്തിലൂടെ നടക്കുന്ന കണ്ടിട്ട് ആരാണ്ട് ഹെൽപ്പ് ചെയ്ത് അകത്ത് കയറ്റിയതാണ്. അകത്ത് അത് കയറ്റുമ്പോഴത്തേക്കാണ് അതിന്റെ ഇടയ്ക്ക് സായിപ്പല്ലവി ഇങ്ങനെ യാത്ര ചെയ്യുവാണല്ലോ. അപ്പൊ ഏതോ ഒരു യാത്രക്കിടയ്ക്ക് ഏതോ ഒരു സീനിന്റെ അകത്തില് പുള്ളിക്കാരി ഇങ്ങനെ കടത്തിണ്ണെ കിടക്കുമ്പോ ഏതോ ഒരു pervert വന്നിട്ട് പുള്ളിക്കാരിയുടെ മണ്ടയ്ക്ക് കൈ വെക്കും. ഉടനെ ദിഗു ചോദിക്കും, അതാണോ ഇനി രാവണ്ണൻ? അല്ല, ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇവള് രാവണനെ അന്വേഷിച്ചൊക്കെ നടക്കുന്നുണ്ട്. പാവം അവിടെ ഒരു കടത്തുണ്ണെ കിടക്കുന്നു. അപ്പൊ ആരാണ്ട് ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര ആധികാരികമായിട്ട് ഒപ്പം വന്ന് കടന്നിട്ട് പുള്ളിക്കാരിയുടെ തോളത്ത് കയറി പിടിക്കുന്നുണ്ട്. ഞാനോടത്തിന് രാവണയായിരിക്കും, ഇരുട്ടാണല്ലോ, ഞാൻ കണ്ടില്ല ഇനി രാവണയാണ്. പക്ഷെ രാവണ അല്ലായിരുന്നു, അതേതോ വൃത്തികെട്ടവനായിരുന്നു. അപ്പൊ എന്താണേലും അപ്പൊ അതൊക്കെ കൊണ്ട് അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന വഴിക്കാണ് ഈ പുള്ളിക്കാരിയുടെ വീട്ടിൽ കയറുന്നത്. മഴയത്ത് നിൽക്കുന്ന സമയത്ത് കാണുന്നത് ഇവര്. ആ, പക്ഷെ എന്നിട്ട് പുള്ളിക്കാരിയുടെ അടുത്തും വേറെന്തോ കാരണമാണ് പറയുന്നത് രാവണനെ ആ, അന്വേഷിച്ച് ചെല്ലുന്നതിന്. അതാ ഓരോരുത്തർ പ്രശ്നമേ. ആ ഓരോരുത്തരുടെ അടുത്ത് ഇവര് ഓരോ കഥയാ പറയുന്നത്. അത് നമുക്കും അത് ഭയങ്കര വിയേർഡ് ആയിട്ട് സ്ട്രൈക്ക് ചെയ്തില്ലേ ആദ്യം തൊട്ട്. അതെന്തിനീ പല കഥ പറയുന്നേ? ഏതേലും ഒരു കഥ പറഞ്ഞാ പോരെ. ആദ്യം പറയും വില്ലേജിൽ എന്തോ ഒരു ഡിസ്പ്യൂട്ട് നടക്കുന്നുണ്ട്. അത് വരെ തീർക്കാൻ വേണ്ടിയാന്ന് പറയും. പിന്നെ പറയും അവളുടെ ഫ്രണ്ടിന്റെ കാമുകനായിരുന്നു നക്സലേറ്റ്. ആ കാമുകനാണ് ഈ രാവണ്ണ എന്ന് പറയും. പിന്നെ വേറെ എന്തൊക്കെയോ ഷിറ്റി കാരണങ്ങൾ, കുറെ ഡിഫറെന്റ് കാരണങ്ങളാ പറയുന്നത്. കാര്യം ആദ്യം പുള്ളിക്കാരി സത്യം പറഞ്ഞു. ആദ്യം സത്യം പറഞ്ഞപ്പോ തന്നെ നിന്റെ തലയ്ക്ക് ഓളാണെന്നും പറഞ്ഞുകൊണ്ട് മറ്റേ പുള്ളി ഇറക്കി വിട്ടല്ലോ. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികം. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് പോയി ഓരോ കഥ പറയുന്നത്. പക്ഷെ അത് സായി പല്ലവിക്ക് തന്നെ ബാക്ക് ഫയർ ചെയ്യും പിന്നീട്. Yeah. അപ്പൊ കോളേജിൽ വെച്ചിട്ടുള്ള സംഘടനത്തില് ആഹ് ഈ അലക്കാരിയുടെ വീട്ടിൽ വെച്ച് ഒരു പുള്ളി എന്താ ഹെൽപ്പ് ചെയ്യാം, രാവണ്ണയുടെ അടുത്ത് കൊണ്ടാക്കാന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ അതിനൊക്കെ പുറമെ എന്നിട്ട് അവര് തമ്മിലുള്ള, അലക്കാരിയും പുള്ളിക്കാരിയുടെ ഭർത്താവും തമ്മിലുള്ള സംസാരത്തിലാണ് ഈ കോളേജിൽ രാവണ്ണ വരുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടാണ് അവിടെ സായി പല്ലവി വരുന്നത്. അപ്പൊ അവിടെ ഈ പോലീസുകാർ വന്ന് നോക്കിക്കോണേ, സായി പല്ലവി ആദ്യം മറ്റവന്റെ വീട്ടിൽ വന്നപ്പോൾ പോലീസ് വന്നു. ഇപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് പോലീസ് വന്നു. അതിന് പുറമെ പുള്ളിക്കാരി ഇങ്ങനെ വഴിയിൽ കൂടെ പോകുമ്പോഴത്തേക്ക് ഒരു 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 ബൊമ്മയുണ്ട്, ഒരു ചെറിയൊരു ശില്പം പോലെ പുള്ളിക്കാരി ഉണ്ടാക്കിയ ഒരു ഇത്, ഒരു വുഡൻ പാവ കൃഷ്ണന്റെ. പോലത്തെ സാധനമാണ് കൃഷ്ണന്റെ. വുഡൻ ആണോ അത് ക്ലേ ആണോ എന്ന് അറിഞ്ഞു, ക്ലേ ആണെന്ന് തോന്നുന്നു. കാര്യം അത് അതെനിക്ക് പൊട്ടുന്നുണ്ടല്ലോ. അറിയത്തില്ല. ശരി. അപ്പൊ അന്ന് ക്ലേ ആയിരിക്കും. കാരണം അത് എവിടെ വാങ്ങിക്കാൻ, അവരുടെ ലോക്കൽ സ്ഥലത്ത് എവിടെയോ വാങ്ങിക്കാൻ കിട്ടുന്ന ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സാധനമാണ് അതിനകത്തിൽ ഒരു പോലീസുകാരൻ പറയുന്നത്. ആ, അപ്പൊ കൃഷ്ണന്റെ ഇതില് പുള്ളിക്കാരി ഈ കൊമ്പമീശയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് രാവണ്ണയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതും ചുമന്നുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ വഴിയിൽ വെച്ചൊരു പോലീസുകാരനെ കണ്ടിട്ട്, പോലീസ് ജീപ്പ് കണ്ടിട്ട് പുള്ളി ഭാണ്ഡക്കെട്ടിൽ എന്തുവാന്ന് പറഞ്ഞ് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഈ പ്രതിമ കണ്ട് പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ രാവണ്ണയ്ക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ട് നടക്കുന്ന ആണല്ലോ ഇത്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരി കൊടുക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് പിന്നെ അത് താഴെ വീണ് പുള്ളിക്കാരിനെ പിടിച്ചുകൊണ്ട് പോയി ഇവന്മാരെ കൊല്ലാനൊക്കെ എന്തോ കൊണ്ടുപോകാൻ നേരത്താണ് ഒരു പോലീസുകാരൻ പറഞ്ഞ് ഹെൽപ്പ് ചെയ്ത് പൊക്കോളാൻ പറഞ്ഞു വിടും. അപ്പം അന്നേരത്തേക്ക് ഈ മറ്റേ വേലക്കാരി ഇത് വേലക്കാരിയും പുള്ളിക്കാരിയുടെ കെട്ടിയവനും കൂടെ വണ്ടിയെ പോകുമ്പോഴത്തേക്ക് ഇവളെ കാണും, ഇവള് പോലീസ് ജീപ്പിൽ ഇരുന്ന് പോകുന്ന കാണും. അത് കഴിഞ്ഞിട്ട് അത് ഇത് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു അല്ലേ, അവളെ എന്നിട്ട് കൊണ്ടുപോയിട്ട് അല്ല അവിടെ വെച്ച് രക്ഷിക്കാൻ ആ, വരുമല്ലോ. കോളേജിലോട്ട് പോകുന്ന സമയത്ത്. എന്നിട്ട് ആ കോളേജിൽ ഓക്കെ എത്തിക്കഴിഞ്ഞിട്ടാണല്ലോ ഷൂട്ട് ഔട്ട് നടക്കുന്നത്. ആ ഓക്കെ ഓക്കെ. അപ്പൊ അവിടെ ഷൂട്ട് ഔട്ട് നടക്കുന്ന സമയത്ത് അവിടെ ഒരുത്തൻ പുള്ളിക്കാരിയോട് പറയും, ഇവിടെ പുള്ളിക്കാരി പറയും എനിക്കും ഹെൽപ്പ് ചെയ്യണം രാവണനെ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ കയറി ഇന്റർവീൻ ചെയ്ത് അന്നേരമാണോ അവരെ രക്ഷിക്കുന്ന അല്ലല്ല, ആ മറ്റേ ഷൂട്ട് ഔട്ട് അല്ല. ആ ഷൂട്ട് ഔട്ട് ഇത് അല്ല. വേറെ. കോളേജിൽ പോയിട്ട് കോളേജിൽ ഒരുത്തനെ കൊല്ലത്തില്ലേ രാവണ്ണ വന്നിട്ട്. ആ ആരാണ്ട് റേപ്പ് ചെയ്തെന്നോ ആരാണ്ട് ചതിച്ചെന്നോ ഒക്കെ പറഞ്ഞിട്ട്. ആ ഇവരുടെ ആ കൂട്ടത്തിൽ സമയത്ത്. ആരാണ്ട് ബിട്രേ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവനെ കൊല്ലാൻ വേണ്ടി അവിടെ വരുന്നത്.
അവിടെ വരുവാണ് രാവണൻ എല്ലാരോടും ഈ കോളേജിൽ. എന്നിട്ട് അയാളെ കൊന്നിട്ട് കത്തൊക്കെ എഴുതി വെച്ചിട്ട് പോകും. പക്ഷെ അപ്പഴത്തേനും കറക്റ്റ് സമയത്ത് അവിടെ പോലീസ് വരും. ഇവള് ഒരു കള്ളം പറയും. ഞാൻ ഈ കോളേജിലാണ് പഠിക്കുന്നതെന്നൊരു കള്ളം പറയും. അപ്പൊ ഇവൾ ആ ആ കോളേജിലാണ് പഠിക്കുന്നതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് പോലീസുകാർ ശരിക്കും അവിടെ വരുന്നത്. ബട്ട് ആ ആ ഒരു കോയിൻസിഡന്റലി രാവണൻ അവിടെ ഉണ്ടായിരുന്നോണ്ട് ഒരു ഷൂട്ട് ഔട്ട് അവിടെ നടക്കും. അപ്പം ആൾക്കാര് നോക്കുമ്പോ അത് സസ്പീഷ്യസ് ആണല്ലോ. കാരണം ഇവളവിടെ ഇവളുള്ളിടത്തെല്ലാം പോലീസുണ്ട്, പോലീസ് ഉള്ളിടത്തെല്ലാം ഇവളും ഉണ്ട്. അപ്പോൾ അതാണ്. എന്നിട്ട് പിന്നെ എന്താ ഒരു സോഷ്യൽ വർക്കറിൻ്റെ ഒക്കെ വീട്ടിൽ ചെല്ലുന്നു. അവിടെ പുള്ളിക്കാരി അന്നേരം ഇവളെ ഉപദേശിക്കുന്നൊക്കെ ഉണ്ട്. അതായത് രാവണ്ണയ്ക്ക് പുള്ളിക്കാരി അഭയം കൊടുക്കുന്നുണ്ട്. അപ്പം പുള്ളിക്കാരി ഇവളുടെ അടുത്ത് പറയും, ഇവള് പറയും എന്തിനാ വന്നതെന്നുള്ള കാര്യം. ആദ്യം വേറെന്തോ പറയും, പിന്നീട് അതാ സത്യം പറയും. പറഞ്ഞേ. മറ്റേ ഫ്രണ്ടിന്റെ ബോയ് ഫ്രണ്ടാ രാവണന്. എന്നിട്ട് രാവണൻ ചതിച്ചിട്ട് പോയെന്നൊക്കെ കള്ളം പറയും. എന്തിത്? ആ, ഇവളെന്തിനാ ഈ കള്ളം സോഷ്യൽ വർക്കറിന്റെ വീട് തന്നെ കണ്ടുപിടിക്കുന്ന പറഞ്ഞല്ലോ, ഭിത്തിയിലുള്ള ഒരു ഇത് വെച്ചിട്ട് ഈ വീട്ട് ആ. അഡ്രസ്സിലോട്ട് പോയാൽ മതി. ഈ ഈ സായി പല്ലവി ഇതെല്ലാം കണ്ടുപിടിച്ച് പോകുന്നുണ്ട്. രാവണയുടെ അമ്മയുടെ അടുത്തും ഈ ഇവരുടെ അടുത്തും ഒക്കെ ചെല്ലുന്നുണ്ട്. ഇതൊന്നും പോലീസിന് അന്വേഷിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഓർത്ത് ഈ പടത്തിൽ പോലീസ് അട്ടർ വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയണ്ടേ. ഈ ഈ സായി പല്ലവിക്ക് വരെ ഇതറിയാം, ഈ വീട്ടിലെ അഡ്രസ്സ്. എന്നാൽ അവിടെ ആരൊക്കെ വരുന്നുണ്ട് അത് അവര് വാച്ച് ചെയ്യാനായിട്ട് ആരെങ്കിലുമൊക്കെ നിർത്തുമല്ലോ. സാധാരണ അങ്ങനെയാണല്ലോ. അതുപോലും അറിയാൻ പാടില്ലാത്ത മണ്ടന്മാരാണ് ഇതിൻ്റെ അകത്തെ പോലീസുകാർ. എന്താണേലും അപ്പം രാവണയുമായിട്ട് ഇങ്ങനെ എനിക്ക് അഗാധമായ പ്രണയമുണ്ട് എന്നൊക്കെ പറഞ്ഞ് സായി പല്ലവി റിവീൽ ചെയ്യുമ്പോൾ ആ പുള്ളിക്കാരി പറയും നിന്റെ തലയ്ക്ക് ഓളമാണ്, സാരമില്ല, ആദ്യമൊക്കെ ഇങ്ങനെ ആയിരിക്കും, പിന്നെ ശീലമായിക്കോളും എന്ന് പറഞ്ഞ് അവരുടെ പുള്ളി. കഥ അതിനേക്കാളുമാണ്. അവിടെ ഉണ്ടായിരുന്ന വേറെ ഒരു നക്സൽ ലീഡർ. അവർക്ക് ഭാര്യയും കുട്ടിയൊക്കെ ഉള്ളത്. പക്ഷെ അയാളെ ഇവർക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇവരിങ്ങ് ഇറങ്ങിപ്പോന്നു. അപ്പോഴേ ഈ പടം ഉണ്ടല്ലോ, ഞാൻ അന്നേരം ഇത് കണ്ടപ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞു കണ്ട പുള്ളിക്കാരിയുടെ ട്രൂ ലവ് ആണ്. അതെ. ഭർത്താവ് ഇങ്ങനെ ഒരു 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 നക്സൽ ലീഡറിന് വേണ്ടി വന്ന് ജീവിതം പോയോണ്ടാണ് പറയുന്നത്. പിന്നെയാണ് റിവീൽ ചെയ്യുന്നത്, അതായത് അവര് കെട്ടിയവരും മക്കളും ഒക്കെ വേറെ, കെട്ടിയോളും മക്കളും ഉണ്ടായിരുന്നു. എന്നിട്ടാണ് ഇവര് പുള്ളിക്കാരി പോയിട്ട് അവിഹിതം അതിനാണ് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല അത് പുള്ളി തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, ഈ പുള്ളിക്കാരിയല്ലേ പ്രണയിക്കുന്നത് എന്ന് അതിന്റെ ഞാൻ നെക്സ്റ്റ് ഡിഫെൻഡ് മിനിറ്റ് ചെയ്തു. തന്നെ നെക്സ്റ്റ് മിനിറ്റ് തന്നെ അവര് പറയും ഞങ്ങൾ രണ്ടുപേരും ടുഗദർ ആയിരുന്നപ്പോഴെന്നൊക്കെ. അതാണ്, ഈ പടം ഉണ്ടല്ലോ ഒരു രക്ഷയില്ല. ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇതിനെ ഡിഫെൻഡ് ചെയ്ത് ഒരു കാര്യം പറഞ്ഞു 2 സെക്കൻഡ് ആവുന്നതിന് മുമ്പ് അവര് തന്നെ അതിന്റെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യം ചെയ്യും. ഇത് ഞാൻ പറഞ്ഞു വായിലോട്ട് നാക്കെടുത്തില്ല, അതിന് മുന്നേ പറയും വി വർ ടുഗെദർ എന്നുള്ള രീതിയിലൊക്കെ പറയും. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എന്നിട്ടും പുള്ളിക്കാരിക്ക് മനസ്സിലാവില്ല, സായി പല്ലവി വളരെ അഡമന്റ് ആയിരുന്നു. Yeah. എന്നിട്ട് പിന്നെ പോയിട്ട് ഇവരുടെ ദളത്തിന്റെ ഗ്രൂപ്പിൽ ചേരണമെങ്കിൽ സാധാരണ ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ട്. ആ ക്രൈറ്റീരിയാസ് എന്താണെന്ന് റിവീൽ ചെയ്യുന്നില്ലെന്ന് തോന്നുന്നല്ലേ. ഇല്ല, ഇല്ലല്ല. ക്രൈറ്റീരിയാസ് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ പക്ഷെ ഈ അതൊന്നും പെണ്ണുമ്പിള്ള ഇതുവരെ ടീച്ചറാ കേട്ടോ. ഇവര് ഈ നമ്മള് റെവല്യൂഷണറി ആന്ന് പറഞ്ഞല്ലോ. ഈ ടീച്ചർ എന്ന് ഉം, പറയുന്നവര്. അവര് പറഞ്ഞായിരുന്നു ഇവളെ ചേർക്കത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. ആ ആ, അത് ഇച്ചിരി അത് ചേർക്കത്തില്ലെന്ന് പറയുകയും ചെയ്തു. ഈ സമ്മയ്യ എന്ന് പറയുന്ന ഒരുത്തനുണ്ടെന്ന് പറഞ്ഞില്ല. അവൻ വന്നിട്ടാണ് ഇവളെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത്. കൊണ്ടുപോകുന്നത് ഉം. പുള്ളിയുടെ റെക്കമെൻഡേഷനിലാണ് പോകുന്നത്. സമ്മയ്യ തന്നെ പോലീസിന്റെ സ്പൈ ആയിട്ടാണ് പോകുന്നത്. അപ്പൊ ഇവളെയും കൂടെ റെക്കമെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് അപ്പൊ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കും എന്താണ് ഇതിന്റെ ഒരു ഉദ്ദേശം. ഇനിയിപ്പോ ഇവളെ വെച്ചിട്ട് രാവണനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിട്ട് വല്ലതും ആണോ, അതാണോ വിരാട്ട പർവ്വം. അത് ഒരു ഒടുക്കത്തെ ഡിസ്ട്രാക്ഷൻ നടക്കുന്നുണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോ നമുക്ക് പറയാം. അതെ 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 അതെ. അങ്ങനെ ആണെങ്കിൽ അവരെ പദ്ധതിയിൽ ഏറെക്കുറെ വിജയിച്ചു എന്ന് അല്ലേ? വേണമെങ്കിൽ പറയാം. അതെ ആ അതെ അതെ, അതെ. തീർച്ചയായും. എന്നിട്ട് സായി പല്ലവിനെ ചെന്ന് കണ്ട് സായി പല്ലവി രാവണൻ സായി പല്ലവിനെ എടുക്കാൻ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സായി പല്ലവിയുടെ ആ ഒരു ഡിറ്റർമിനേഷൻ, ഇത്രയും ദൂരമൊക്കെ പുള്ളീനെ അന്വേഷിച്ച് വരുന്നു എന്നൊക്കെ ഉള്ള ഒരു പെർസീവറൻസ് ഒക്കെ കാരണമാണ്. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ രാവണ പറഞ്ഞേനെ നീ എന്തോ സൈക്കോയാണ്, നിന്നെയൊക്കെ എടുക്കുന്ന നേരത്തിൽ. അല്ല പക്ഷെ പുള്ളി ആദ്യം കണ്ടപ്പോ അത് പറഞ്ഞായിരുന്നു. ഫസ്റ്റ് ടൈം ഇവള് വന്നിട്ട് മറ്റേ പാവയൊക്കെ കൊടുത്തപ്പോഴത്തേനും നന്നായിട്ടുണ്ട്. എന്താ നിനക്ക് കഴിവൊക്കെ ഉള്ള നല്ല പെർസിവറൻസ് ഒക്കെ ഉള്ള കുട്ടിയാണ്. നീ പോയിട്ട് വേറെ ആൾക്കാരെ പഠിപ്പിക്കില്ലേ, നീ തന്നെ പഠിക്ക് എന്ന് ആ, പറഞ്ഞു. നമ്മുടെ സമൂഹത്തില് ഒരുപാട് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമൊന്നുമില്ല, അവർക്ക് വിദ്യാഭ്യാസമൊന്നും കിട്ടുന്നില്ല. അപ്പം നീ നന്നായിട്ട് പഠിച്ച് അവർക്കൊക്കെ ഒരു മാതൃകയായി അവരെ ഹെൽപ്പ് ചെയ്യ്, അങ്ങനെ നല്ല കാര്യം വല്ലതും ചെയ്യ്, എൻ്റെ പുറകെ നടക്കാതെ നിന്റെ ചാട്ടം എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ രാവണ പറഞ്ഞ് ആദ്യം ഉപദേശിച്ച് വിട്ടതാണ്. പക്ഷെ ആര് ഉപദേശിച്ച് വിട്ടാലും വെണ്ണില കേൾക്കത്തില്ല. ഇല്ല. അപ്പോ ട്രൂ ലവ്. ട്രൂ ലവ് ശരിയാണ്. ട്രൂ ലവിനെ കിട്ടും ലാസ്റ്റ്.
അപ്പൊ എന്നിട്ട് സായി പല്ലവി ഇവരുടെ ഗ്യാങ്ങിൽ ഒരു മെമ്പറൊക്കെ ആവുന്നുണ്ട്. മെമ്പർ ആയി കഴിയുമ്പോഴത്തേക്ക് നല്ല രസമാണ് കേട്ടോ. ഈ ഇവരുടെ യൂണിഫോം ഒക്കെ ഇട്ട് നമ്മുടെ വെണ്ണില വരുന്ന കാണുമ്പോ ഈ പ്ലസ് ടു 10ാം ക്ലാസ്സിലൊക്കെ NCCയുടെ വേഷമായിട്ട് വരുന്ന പോലെ. ബാക്കി ആരും കുഴപ്പമില്ല. ഇപ്പം ഇതിൽ പ്രിയാമണി ഉണ്ട്, റാണയുടെ ഗ്യാങ്ങില്, രാവണയുടെ ഗ്യാങ്ങില് പ്രിയാമണി ഒരു മെമ്പറാണ്. പക്ഷെ പ്രിയാമണിയൊക്കെ ഒരു എന്താ പറയുന്ന ഒരു ഒന്നുമില്ലെങ്കിലും ആ, കണ്ടാലും ഒക്കെ കണ്ടാ ഒരു പറയും. ഉം. നമുക്കൊരു നക്സൽ ഒരു ഇതുണ്ട്. ഓക്കെ, പുള്ളിക്കാരിക്ക് ചേരുന്നുണ്ട്. പക്ഷെ ഈ പുള്ളിക്കാരി നമ്മുടെ വെണ്ണില വരുമ്പത്തേക്ക് ഏതോ ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന പാവം പെങ്കൊച്ചിനെ പിടിച്ചോണ്ട് അല്ല യൂണിഫോം അതെ, ഒക്കെ ഇട്ട് ഈ ഇടിപ്പിച്ച് ഇത് ഭയങ്കര കഴിഞ്ഞിട്ട് ക്യൂട്ടായിരുന്നു. ഈ സായി പല്ലവിക്ക് മറ്റേ ഭയങ്കര എന്താ ട്രെയിനിങ് ഒക്കെ രാവണ്ണ കൊടുക്കുന്നുണ്ട് കേട്ടോ, ഷൂട്ടിംഗ് ട്രെയിനിങ് ഒക്കെ. അതൊക്കെ കഴിഞ്ഞിട്ട് എവിടെ വെച്ചിട്ട് ഒരു ഷൂട്ട് ഔട്ട് സീക്വൻസ് ഉണ്ട്. അവിടെ വെച്ചിട്ട് തോക്കൊക്കെ പൊട്ടിക്കാൻ, ഈ പട്ടാസൊക്കെ പൊട്ടിക്കുമ്പോ പിള്ളേർ പേടിച്ചിട്ട് കൈയൊക്കെ പൊട്ടി അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കത്തില്ല, ആ അതുപോലെയാണ് പുള്ളിക്കാരി തോക്കൊക്കെ പിടിക്കുന്നത് കാണുമ്പോ കഷ്ടം തോന്നും. ഈ ട്രെയിനിങ് ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ഈ അവസ്ഥയില് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് ചെയ്യാനായിട്ട്. നല്ല കോമഡിയാണ് അതൊക്കെ കാണുമ്പോഴത്തേക്ക്. അവര് ഭയങ്കര സീരിയസ് ആയിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ സായി നല്ല കോമഡി പല്ലവിയുടെ ആയിട്ടുണ്ടായിരുന്നു. ക്യൂട്ട്നെസ് കാരണം നമുക്ക് ചിരി വരും. ഞാൻ നേരം പറയുകയും ചെയ്തു, പാവൻ രാവണ്ണ എന്തിനാണ് ഈ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പാവം പെങ്കൊച്ചിനെയൊക്കെ ഇങ്ങനെ ഈ NCC വേഷമൊക്കെ ഇടിപ്പിച്ച് ചിലപ്പോ പറയാൻ പട്ടാളക്കോലയൊക്കെ ഇടിപ്പിച്ച്. പറ്റത്തില്ല. നീ പറഞ്ഞ കറക്റ്റ് ആയിരിക്കും. കടത്തിന്നാൽ കിടന്നത് ശരിക്കും രാവണനായിരിക്കും. രാവണ്ണ ഒരു രാവണ്ണ ഒരു ക്രീപ്പായിരുന്നു എന്നുള്ളതാണ്. ആയിരിക്കും കേട്ടോ. അല്ല, ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് പുള്ളിക്കാരി പാവം, ഒരു എന്താ പറയുന്നത്, എട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി പോലെയാണ് വെണ്ണില. ആ ഒരു ആ പനിനീർ പൂവിനെ പിച്ചി പിച്ചി ചീന്തി കൊന്നു കൊന്നു. എന്ന് പറയുന്നത്. പാവം. അങ്ങനെ വെണ്ണില ഇവരുടെ ഗ്യാങ്ങിൽ ചേരുന്നു. ഇതിന്റെ ഇടയിൽ സായി പല്ലവിയുടെ കുറച്ച് എന്താ പറയുന്നേ, അതായത് രാവണ്ണയായിട്ടുള്ള മൊമെന്റ്സിലൊക്കെ കുറച്ച് ലവിങ് ആയിട്ട് നോക്കുക, ഓ, ഭയങ്കര കൃതജ്ഞതയോടെ നോക്കുക, അങ്ങനെ കുറച്ച് എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട്. ആ നോട്ടമൊക്കെ കാണണം എന്റെ സാറേ. പിന്നെ അത് ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റത്തില്ല. വളരെ നാച്ചുറലി ആർട്ടിഫിഷ്യൽ ആയിരുന്നു എന്ന് പറയാൻ. ഞാൻ അവിടുത്തെ ഈ പുള്ളിക്കാരിക്ക് എന്ത് പറ്റി ഈ പടത്തില്? ഇനിയിപ്പം വേറെ പടത്തിലൊന്നും അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളതിൻ്റെ അകത്തൊന്നും അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ആ, ഇതിൻ്റെ അകത്ത് വന്നപ്പോഴത്തേക്കും സംഭവം പുള്ളിക്കാരി മൊത്തത്തിൽ അങ്ങോട്ട് ഫിറ്റ് ഇൻ ചെയ്തില്ല. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു നല്ല ഇങ്ങനത്തെ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ എക്സ്പ്രഷൻസും കൂടെ ആയപ്പോഴത്തേക്ക് ചിരി അറിയാതെ ഇരുന്ന് ചിരിക്കുകയായിരുന്നു ഞങ്ങൾ. അപ്പോ അങ്ങനെ പാവം വെണ്ണില നമ്മുടെ ദളത്തിന്റെ ഒരു മെമ്പറായി മാറി. അപ്പം ദളത്തിൽ തന്നെ വേറൊരാളുണ്ട്, രഘു എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ നവീൻ ചന്ദ്ര എന്ന് പറഞ്ഞ ആക്ടറാണ്. അദ്ദേഹത്തിന് നിങ്ങൾ ജിഗർദണ്ഡ ഡബിൾ എക്സില് ഫോറസ്റ്റ് ഓഫീസറായിട്ട് വരുന്ന അതിൻ്റെ വില്ലന്മാരിൽ ഒരാളാണ്. മെയിൻ വില്ലൻ എന്നാണെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള ഒരാളാണ്. ഇപ്പം ഉം, അദ്ദേഹം ഇതിൻ്റെ അകത്ത് രഘു എന്ന പേരിലാണ്. അപ്പൊ ഈ രഘുവും പ്രിയാമണിയുടെ ക്യാരക്ടറും തമ്മിലൊരു ഒരു സിങ്ക് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അത് അങ്ങനെ വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല. രഘു ആയിരുന്നു ഈ ദളത്തില് റാണയ്ക്ക് മുമ്പുള്ള ലീഡർ. പക്ഷെ അദ്ദേഹം ഞങ്ങൾ വിശേഷിപ്പിക്കുന്നത് ആക്സിഡന്റൽ ആക്സിഡന്റൽ ലീഡർ എന്നാണ്. കാര്യം ഒന്ന് രണ്ട് ചെറിയ ചെറിയ ആക്സിഡന്റ്സ് സംഭവിച്ചതിന് ശേഷമാണ് പുള്ളിയുടെ പണി പോയത്. ഡിമോഷൻ ആയത് അതായത് പുള്ളിക്ക് കഷ്ടം. അതെ, ഒരു കാര്യമില്ലാതെ ഇന്നസെന്റ് ആയിട്ടുള്ള കുറച്ച് പേരെ ജീപ്പടക്കം കത്തിച്ചു. പിന്നെ വേറെന്താ സംഭവിച്ചു? വേറെ എന്തൊക്കെയോ രണ്ട് മൂന്ന് കാര്യം പറയുന്നുണ്ട് ആ, അതിനകത്ത്. എന്തായിരുന്നു ഞാൻ ഓർക്കുന്നില്ല. യെസ്. വേറെന്തോ ഒരു ഇതുപോലെ തന്നെ വേറെന്തോ എന്തോ എല്ലാരും കൂടെ എന്തോ റെയ്ഡിന് പോയിട്ട് അങ്ങനെ എന്തോ ബോംബ് എറിഞ്ഞെന്നോ ജീപ്പ് കത്തിച്ചു ആക്സിഡന്റലി ആരണ്ടറെ ഇവരുടെ കൊന്നു ആൾക്കാര് തന്നെ രണ്ട് മൂന്ന് പേര് മരിക്കോ അങ്ങനെ മരിച്ചു. എന്തോ. പിന്നെ ആക്സിഡന്റലി കുറച്ച് പേരെ ജീപ്പടക്കം കത്തിച്ചു വന്നു, ഒരു ബന്ധമില്ലാത്ത കുറെ പാവങ്ങളെ. അങ്ങനെ ആക്സിഡന്റലി കുറെ സംഭവങ്ങളൊക്കെ സംഭവിച്ചതിന് ശേഷമാണ് പുള്ളിയുടെ പദവി പോയത്. അപ്പൊ അതുകൊണ്ടാണ് ആക്സിഡന്റൽ ലീഡറായി മാറിയത്. അപ്പൊ രഘുവിന് വെണ്ണിലേനെ തീരെ താല്പര്യമില്ല. പ്രത്യേകിച്ച് ഇവര് ഒരു എന്താ പറയുന്നത്, വെണ്ണില ഇവരുടെ ഗ്യാങ്ങിന്റെ ഭാഗമായതിനു ശേഷം ഒരു മിഷന് വേണ്ടിയിട്ട് പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോൾ ഇതിൽ കോമഡി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയാമണിയാണ് വെണ്ണിലേനെ ഇതിലോട്ട് എടുക്കാന്ന് റാണയുടെ അടുത്ത് സജസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് അതേ പറയുന്നത്. പ്രിയാമണി തന്നെ പിന്നീട് ആ ചോയ്സിനെ പറ്റിയിട്ട് റാണേനെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. വിമർശിക്കുന്നുണ്ട്. അതെ. റാണേനെ വിമർശിക്കുവാണ്. അത് അവള് ആ റിഗ്രറ്റ് ചെയ്യുവല്ല, അവനെ വിമർശിക്കുവാണ്. കറക്റ്റ് ഇവള് കറക്റ്റ്. ഇവള് റെക്കമെൻഡും കൂടെ ചെയ്തിട്ടാണ് അവൻ അത് എടുത്തത്. എന്നിട്ട് ആഹ്. ലാസ്റ്റ് കുറ്റം മുഴുവൻ റാണയുടെ തലയിൽ. നീ എന്ത് ഇവളെ എടുത്തത് എന്നിട്ട് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ഇവന്റെ മേലിട്ട് നൈസായിട്ട്. അപ്പൊ എന്താണെങ്കിലും ഒരു മിഷന് വേണ്ടിയിട്ട് ഇവര് ഒരു ഗ്രാമത്തിൽ പോകുന്നു. ഗ്രാമത്തിൽ പോകുമ്പോഴത്തേക്ക് ഒരു വീട്ടിൽ ചെന്നിട്ട് അവരുടെ അതായത് അവരുടെ മകനാണോ ഭർത്താവിനെയാണോ
പോലീസുകാരേതാണ്ട് ഭർത്താവാന്ന് തോന്നുന്നു. കാരണം ഒരു കൈക്കുഞ്ഞും ഉണ്ടല്ലോ. ഭർത്താവായിരിക്കും. ആ അവരുടെ ഭർത്താവിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു, നക്സൽസിനെ സപ്പോർട്ട് ചെയ്തെന്നും പറഞ്ഞ് പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഇടിച്ച് പദം വരുത്തി. പുള്ളി അന്നേരം ഈ റെവല്യൂഷണറി പാട്ടൊക്കെ പാടി നടന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് പുള്ളിയുടെ തൊണ്ടയിൽ ഇനി ഒരിക്കലും പാടാൻ പറ്റാത്ത വിധത്തിൽ ഡാമേജ് ചെയ്ത് കളഞ്ഞു. അപ്പം അതിൻ്റെ പരാതിയൊക്കെ വെണ്ണിലയുടെ അടുത്ത് ബോധിപ്പിക്കുകയാണ്. വെണ്ണിലയുടെ അടുത്ത് ബോധിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം അവിടെ നിന്ന് ഇവർക്കുള്ള നക്സൽസിനുള്ള ഫുഡും പിന്നെ കുറച്ച് വെടിമരുന്നും ഒക്കെ ആയിട്ട് 2 കൊട്ടകളിലാക്കിയിട്ട് ഇവർ രണ്ടുപേരും കൂടെ ചുമന്നുകൊണ്ട് പാതിരാത്രി പോവുകയാണ്. അപ്പോൾ പോലീസുകാർ അവിടെ കാവലിന് അവിടെ വഴിയിലൊക്കെ ഉണ്ട്. അപ്പോൾ രാത്രിയിൽ 2 പെണ്ണുങ്ങൾ ഈ കൊട്ടയ്ക്കകത്ത് എന്തോ ചുമന്നുകൊണ്ട് പോകുന്ന കാണുമ്പോൾ തന്നെ സംശയമാണ്. അപ്പോൾ അവരാദ്യം ഇങ്ങനെ അവർ പാസ് ചെയ്ത് പോയി കഴിഞ്ഞിട്ടാണ് നിർത്തുന്നത്. എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവിടെ അടുത്ത് ക്രെയിനിൽ എന്തോ ക്രെയിൻ വർക്ക് നടക്കുന്നുണ്ട്, അപ്പോൾ പണിക്കാരൊക്കെ ഉണ്ട്, ഞങ്ങൾ അവിടെ പണിയെടുക്കുന്നവരാ, അപ്പോൾ അവർക്കുള്ള ഫുഡുമായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു. മറ്റേ പെണ്ണുമ്പിള്ളയുടെ ഇത് കൊട്ട പരിശോധിക്കുമ്പോൾ അതിൽ ഫുഡാണ്. സായി പല്ലവിയുടെ ഇതിൻ്റെ അകത്താണ് നമ്മുടെ ഗ്രനേഡൊക്കെ ഉള്ളത്. അപ്പം എന്നിട്ട് അവർ ആ ഒരു കൊട്ടയെ പരിശോധിക്കുള്ളൂ, എന്നിട്ട് പൊക്കോളാൻ പറയും. പൊക്കോളാൻ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ വേറെ പോലീസുകാർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറയും അവിടെ ക്രെയിനിൻ്റെ ഇതൊന്നും ഞാൻ കണ്ടില്ല എന്ന് പറയും. അപ്പം അവന്മാർ പറയുന്നത് പോട്ടെ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. അവരങ്ങ് നടന്നു പൊക്കോണ്ടിരിക്കുക. അപ്പോൾ പോട്ടെ, എന്തെങ്കിലും എന്തോ വിഷയമുണ്ട്, പക്ഷെ നമുക്കത് പിന്നെ കണ്ടുപിടിക്കാം എന്നൊക്കെ ഉള്ള രീതി. അപ്പോൾ ഞാൻ ഓർത്തു അതോടെ വിടുമായിരിക്കുന്നു. പിന്നെ കുറച്ച് കറക്റ്റ് ആൾക്കാരൊക്കെ വരും. സമയത്ത് ഒരു വഴിപോക്കൻ വരും. ആ വഴിപോക്കനാണ് പണി ആ ഒപ്പിച്ചത്. അതെ. വഴിപോക്കനോട് ക്രെയിൻ ഉണ്ടോടെ അവിടെ? എന്താ ക്രെയിൻ സാറേ? ക്രെയിനോ? ഞാൻ എൻ്റെ ക്രെയിനോ? ജീവിതത്തിൽ ക്രെയിൻ കണ്ടിട്ട് പോലും ഇല്ല. പകലേ രാത്രിയേ നീ എന്ത് പറയുന്നത് എന്നൊക്കെ. അത് കഴിയുമ്പോഴത്തേക്ക് പോലീസുകാരനങ്ങനെ വന്ന് സായി പല്ലവിനെ മറ്റാളെ പിടിച്ചു നിർത്തിയിട്ട് എവിടെയാണ് ഈ ക്രെയിൻ എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് പിന്നെ അവിടെ സംഘട്ടനം നടക്കുന്നു, വെടിവെപ്പ്. ഗ്രനേഡ് താഴെ വീഴുന്നു. അപ്പൊ അവരെ ആ പിടിക്കുന്നു പിന്നെ. ഉം. ഗ്രനേഡ് താഴോട്ട് മറിഞ്ഞു വീഴും. അപ്പോൾ ഗ്രനേഡും കൂടെ കാണുമ്പോൾ അവരെ പിടിക്കും. അന്നേരത്തേക്ക് റാണയും സംഘവും കൂടെ വന്ന് അറ്റാക്ക് തുടങ്ങും. ഇതിനിടയ്ക്ക് നമ്മൾ മറ്റേ സാധനം പറഞ്ഞില്ല. ഇവള് ഏതാ? അതായത് ഇവര് ഫസ്റ്റ് ടൈം ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ടൈം ഒരു വട്ടം റാണയുടെ ക്യാരക്ടർ, അതായത് രാവണ്ണ നമ്മുടെ സായി പല്ലവിനെ റിജക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞല്ലോ, മറ്റേ പെർസിവറൻസിന്റെ കാര്യം പറയുമ്പോൾ. അപ്പൊ ആ സമയത്ത് ഈ പെർസിവറൻസിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് റാണ ദേഷ്യപ്പെട്ടുള്ള പുള്ളി പറയും പൊക്കോളം പറഞ്ഞിട്ട് പുള്ളി അകത്തോട്ട് കയറുമ്പോ തന്നെ പുള്ളിക്കാരി പറയും എന്റെ കയ്യിലൊരു ഡയറി ഉണ്ട്, ഞാൻ ആ ഡയറിക്കകത്ത് നിങ്ങളെ കുറിച്ച് എല്ലാം എഴുതിയിട്ടുണ്ട്, ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. ഡയറി എടുക്കാൻ ഓടും. ആ അപ്പൊ ഇവള് തെക്കോട്ട് ഓടുമ്പം ഇവരുടെ വേറെ ഒരു വഴിക്കൂടെ പോലീസ് വന്നിട്ട് ഇവരെ റൗണ്ട് ചെയ്യും. ആ കറക്റ്റ് സമയത്ത്. അതെ. ഇവളെപ്പോഴൊക്കെ ഡയറി എടുക്കാൻ പോകുന്ന അപ്പോഴൊക്കെ ഇവർക്ക് പണിയിട്ട് തന്നു. അതൊരു ഡയലോഗായിട്ട് പടത്തിൽ തന്നെ ഉണ്ട്. എന്നിട്ട് ആ സംഘട്ടനത്തിലാണ് പുള്ളിക്കാരി വേറൊരാളുടെ ഹെൽപ്പോട് കൂടിയിട്ട് ഉം. അതായത് ഇവര് അവിടെ ഒരു ബിൽഡിങ്ങിൽ സറൗണ്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, പോലീസുകാരൊക്കെ വളഞ്ഞേക്കുന്നുണ്ട്. അപ്പം രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നുമില്ല. സായി പല്ലവി കുറച്ച് ബോംബൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് പോലീസിന്റെ സൈഡിൽ കൂടെ ഓടി. അവരിങ്ങനെ കണ്ടു ഓടുന്നത്, എന്നിട്ട് അവരൊന്നും ചെയ്തില്ല. അതിലെ ഓടിക്കോട്ടെ എന്നുള്ള രീതി. എനിക്ക് മനസ്സിലാകുന്നില്ല അല്ല, ഇവിടുത്തെ എനിക്ക് പോലീസുകാർ തോന്നുന്നു സിവിലിയൻ ഡ്രസ് ഇട്ടത് കൊണ്ട് ഇതിലായതുകൊണ്ട്. ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും അതുകൊണ്ട്. ഓ, എന്താണെങ്കിലും പക്ഷെ അറിയത്തില്ല, ആരും അങ്ങനെ വേണമെങ്കിൽ. അല്ല, കുറെ പോലീസുകാരുണ്ടല്ലോ, ആരെങ്കിലും ഒരാളവളെ പിടിച്ചാലും മതിയല്ലോ, അതൊന്നും അങ്ങനെയല്ല. നോക്കത്തൊന്നുമില്ല. ആരാളേലും മറ്റേ അതിലെ നോക്കട്ടെ, നമ്മൾ ഇവരെ സറൗണ്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ. എന്നിട്ട് സായി പല്ലവി ഓടി സൈഡിൽ കൂടെ ഒരു സ്റ്റെപ്പിലൊക്കെ കയറി ടെറസിൽ വന്നിട്ട് ഗ്രനേഡ് മുകളിലിട്ട് ബോംബ് ടെറസിന്റെ മണ്ടയിലിട്ട് പൊട്ടിക്കും. അപ്പൊ നമ്മളാദ്യം ഓർത്തു ഇതെന്തോന്നത് ഇവർക്ക് ഇവളെ ഞാൻ ഓർത്ത് ഇനി ടെറസിന്റെ മണ്ടേ കയറിയിട്ട് ബോംബ് എറിഞ്ഞ് പോലീസുകാരെ ഓടിക്കാനായിരിക്കും. ഞാൻ അപ്പൊ ഇവള് അങ്ങനെ ആദ്യം ഓർത്തത്, പക്ഷെ അങ്ങനെ ആ അല്ലായിരുന്നു. പക്ഷെ അങ്ങനല്ല, അവള് ടെറസിന്റെ നടുക്ക് ബോംബ് പൊട്ടിച്ച് അതുവഴി ഇവര് മുകളിലോട്ട് കയറും. അങ്ങനെ അവര് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. യെസ്. അപ്പൊ അത് എല്ലാം കൂടെ ഓ, കൂടിയിട്ടാണ് ആ ഇതിലോട്ട് എടുക്കുന്ന സമയത്താണ് സായിപ്പ്. പുള്ളിക്കാരിയെ പിടിച്ചോണ്ട് പോകുന്നത്. പുള്ളിക്കാരിയോട് പറയും ഓടാൻ. ഈ രാവണ പറയും ഓടാൻ. പുള്ളിക്കാരി അവിടെ ബോംബും വെടിയൊക്കെ കേട്ടിട്ട് പേടിച്ച് അവിടെ നിൽക്കും. ഇവരുടെ കൂടെ ഉള്ളൊരുത്തനെ കൊല്ലുകയും ചെയ്യും. പോലീസുകളെ ആ പിടിക്കുകയും ചെയ്യും. അവൻ അവിടെ ഇരുന്ന് മര്യാദയ്ക്ക് വെടിവെച്ചോണ്ടിരുന്ന്, അവൻ ഇവളോട് ഓടിപ്പോ പെങ്ങളെ ഓടിപ്പോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞ സമയത്തിന് അവന് വെടികിട്ടി അവൻ ചാവും. എന്നിട്ട് സായി പല്ലവി അവിടെ ഇങ്ങനെ നിൽക്കും. എന്നിട്ടാണ് സായി പല്ലവിനെ കൊണ്ടുപോയിട്ട് സായി പല്ലവിനെ കൊല്ലാൻ പോകുന്ന ദിവസമാണ് രാവണ വന്നിട്ട് ജയിലൊക്കെ രക്ഷിക്കുന്നതും. തകർത്ത് രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത്. അപ്പൊ എന്താണേലും യെസ്. കമ്മിങ് ഇപ്പം ബാക്ക് ടു കാട്. യെസ്. ആ, ട്രെയിനിങ് ക്യാമ്പ്. അപ്പം ആ, എന്താണ് ട്രെയിനിങ് ക്യാമ്പിൽ ഈ NCCയുടെ കോലത്തിലൊക്കെ നല്ല കോമഡിയാന്ന് പറഞ്ഞല്ലോ. പിന്നെ ആ എന്തുവായിരുന്നു ഞാൻ അത് കഴിഞ്ഞിട്ട് പറഞ്ഞോണ്ടത്?
മറ്റേ മറ്റേ ക്രെയിനിന്റെ പ്രശ്നം. ആ എന്നിട്ട് ആ ആ അപ്പൊ ഈ ക്രെയിൻ എന്താ പറയുന്നത്, ക്രെയിൻ ഫേക്ക് ആണെന്നുള്ള രീതിയിൽ അവരെ അവിടെ ഒരു സംഘടനയൊക്കെ നടക്കുമല്ലോ. നടന്നു കഴിഞ്ഞിട്ട് സായി പല്ലവിനെ ഒരു കാര്യത്തിൽ സമ്മതിക്കണം കേട്ടോ. വെണ്ണില മറ്റേ ഒറിജിനൽ നക്സലൈറ്റുകളെക്കാൾ സൂപ്പർ സ്പീഡിലാ ഓടുന്നത്. വേഗതയിലാണ് ഓടുന്നത്. ഫ്ലാഷ് ഒക്കെ ഓടുന്ന പോലെ രാവണ്ണയ്ക്ക് പോലും കീപ്പപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് സായി പല്ലവി ഓടുന്നത്. നല്ല ഓടുന്നത്. അത്ലറ്റിക് ആണ് വെണ്ണില. അപ്പം തീർച്ചയായും. വെണ്ണില ഓടുന്ന ജീവനും കൊണ്ട് ഓടുന്നതിന്റെ ഇടയിൽ ഗ്രനേഡ് എടുത്ത് പുറകോട്ട് എറിഞ്ഞ് മൂന്ന് പോലീസുകാർ ഏതാണ്ട് ചാവും ആ പൊട്ടിത്തെറിയില്. അത് കഴിഞ്ഞിട്ട് ഇവന്മാര് നക്സലൈറ്റുകള് ഈ രാവണ്ണയുടെ ടീം എന്തുമാത്രം പോഴന്മാരാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവന്മാരുടെ ആൾക്കാരാണെന്ന് കരുതിയിട്ട് വഴിയിൽ വീട് കടന്ന ഒരു പോലീസുകാരനെ ചുമന്നുകൊണ്ട് ഇരുട്ടത്ത് കാട്ടിലൂടെ ഓടുക. കണ്ണ് കാണത്തില്ലല്ലോ. ഓടി പാതി ദൂരെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇവൻ പോലീസ് കണ്ടത്. പോലീസുകാരൻ്റെ അത് മനസ്സിലായേ. പോലീസുകാരൻ്റെ അത് മനസ്സിലായി വെടിവെക്കാൻ പോയപ്പോഴത്തേക്ക് രഘു വെടിവെക്കാൻ പോകും. അപ്പൊ രാവണ്ണ പറയും വെടിവെക്കണ്ട, ശബ്ദം കേട്ട് മറ്റേ പോലീസുകാരൊക്കെ വരും, അവനെ ആ അപ്പുറത്തെ സൈഡിലോട്ട് അങ്ങനെ മാറ്റി കൊണ്ടുപോയിട്ട് വെട്ടിക്കൊല്ലാനോ കുത്തിക്കൊല്ലാനോ പറയും. അങ്ങനെ രാവണ്ണ പറഞ്ഞനുസരിച്ച് ഇവന്മാർ എടുത്തോണ്ട് പോയി അവിടെ കൊല്ലാൻ പോകുമ്പോഴത്തേക്ക് സായി പല്ലവി വന്നിട്ട് കൊല്ലാൻ പാടില്ല, അപ്പം നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താ, നിങ്ങൾ മാവോയുടെ പ്രിൻസിപ്പിളൊക്കെ ഫോളോ ചെയ്യുന്നവരല്ലേ, എന്നിട്ട് ഇങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പം രഘുവിന് സത്യം പറഞ്ഞ ദേഷ്യം വരും. ഇവിടെ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെയൊക്കെ പിടിച്ചോണ്ട് പോയിട്ട് ടോർച്ചർ ചെയ്ത് കൊല്ലുകയും പെണ്ണുങ്ങളെയൊക്കെ എന്താ പറയുന്നത് മാനഭംഗപ്പെടുത്തുകയും ചെയ്യുന്ന പോലീസുകാരെ ഒരുത്തനെ രക്ഷിക്കണം എന്നാണോ നീ പറയുന്നതെന്നൊക്കെ ഉള്ള രീതി. അപ്പം സായി പല്ലവിയായിട്ട് ഇതാവും. പക്ഷെ രാവണ്ണ വന്നിട്ട് പറയും അവള് പറഞ്ഞാണ് കറക്റ്റ്, നമ്മളത് ഫോളോ ചെയ്യണം. അപ്പൊ ഞാനോർത്ത് നീയല്ലേ കുറച്ച് മുമ്പ് പറഞ്ഞത് വെടിവെച്ച് ശബ്ദം കേൾക്കും അപ്പുറത്തെ സൈഡിലോട്ട് മാറ്റിക്കൊണ്ടിട്ട് കുത്തിക്കൊല്ലാൻ പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ അവൻ വലിയ ഹരിശ്ചന്ദ്രനായിട്ട് പുള്ളി ഒരു അണ്ടർസ്റ്റാൻഡിങ് ലീഡറാണ്. പുള്ളി ഹീസ് റെഡി ടു ചേഞ്ച് അത്രയും അതെ അതെ അതെ. റെവല്യൂഷണറി ആണ്. അവിടെയാണ് നമ്മുടെ ആക്സിഡന്റൽ ലീഡറും പുള്ളിയും തമ്മിലുള്ള വ്യത്യാസം. വ്യത്യാസം. യെസ്. അപ്പം പുള്ളി എന്നിട്ട് അവർക്ക് എന്താ പോലീസുകാരന് ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുത്തിട്ട് അവിടെ ഇട്ടിട്ട് അവർ പോകും. അപ്പം അങ്ങനെയൊക്കെ പോയി. പിന്നെ ഇടയ്ക്ക് ഓ അല്ല, ഈ കേസ് കാരണം ഇപ്പൊ നക്സൽസിന് നല്ലൊരു പേര് വരും ആൾക്കാരുടെ ഇടയിൽ. കാരണം ഇവരെ ഉപദ്രവിച്ച പോലീസുകാരെ ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് ജീവിപ്പിച്ചു. ഹെൽപ്പ് ചെയ്തെന്നും പീപ്പിൾ പറഞ്ഞ് ഇവരുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട് ഈ ദളത്തിന്റെ. അപ്പൊ അവര് ഒക്കെ നല്ല കാര്യമാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് രാവണ്ണേനെയൊക്കെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ സൈജി വെണ്ണില കാരണമാണ്. കാരണം അതെ, വെണ്ണില കാരണമാണ് രാവണ്ണയ്ക്കും കൂട്ടർക്കും ഒരു നല്ല പേരൊക്കെ കിട്ടിയത്. അപ്പൊ അതുകൂടെ ആകുമ്പോഴത്തേക്ക് രാവണ്ണ കുറച്ചുകൂടെ കൂടുതൽ ഐസ് അറ്റാച്ച്ഡ് ആവും. മെൽറ്റിങ്. അതെ അതെ അതെ, അതെ ചെറുതായിട്ട് ആ ഒരു കല്ല് പോലത്തെ കല്ലാണ് നെഞ്ചിലെന്ന് വിചാരിച്ച കല്ലല്ലായിരുന്നു, ചെറിയൊരു അതെ അതെ അതെ. കുട്ടി. കല്ലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ രാവണ്ണയുടെ അമ്മയുടെ വിഷമൊക്കെ രാവണ്ണയുടെ അടുത്ത് വെണ്ണില പറയുന്നുണ്ട്. രാവണ്ണയുടെ അമ്മ കൊടുത്തൊരു കത്ത് രാവണ്ണ കീറിക്കളയുമ്പോൾ അത് മരത്തിന്റെ പശയൊക്കെ വെച്ച് ഒട്ടിച്ച് ഒക്കെ കൊണ്ട് കൊടുക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇത്രയും കാലം അവളെ വളർത്തി വലുതാക്കി തന്തേനും തള്ളേനെ തിരിഞ്ഞു പോലും നോക്കിയില്ല. എന്നിട്ട് ആ അതിന്റെ ആവശ്യം തന്ത എന്താ? എന്നിട്ട് രാവണ്ണന്റെ അടുത്ത് പറയാണ് അമ്മേനെ പോയി കാണണം, അമ്മ അവിടെ ഒറ്റയ്ക്കാണ്. അവന്റെ തള്ളയുടെ വിഷമം ആലോചിച്ചോണ്ടിരിക്കും. നിന്റെ തന്തയും തള്ളയും നിന്നെ ഇത്രയും കാലം പെറ്റുപോയി, ആ പാവം ബാവ നിനക്ക് ഫേസ് ക്രീം ഒക്കെ കൊണ്ടുവന്ന് തന്നിട്ട് അവനെയൊക്കെ പുല്ല് പോലെ വിട്ടെറിഞ്ഞ് ഇവിടെ വന്ന് കാട്ടില് കണ്ടവന്റെ വെടിയും കൊണ്ട് നടക്കുക. എന്നിട്ട് വെടിവെപ്പിന്റെ ഇടയ്ക്ക് ഓടുക. എന്നിട്ട് ഇവിടെ വന്നിരുന്നിട്ട് രാവണ്ണയുടെ അമ്മേനെ എടുത്ത് മാതൃവാത്സല്യത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവളുടെ തന്ത പാവം മനുഷ്യൻ പുള്ളി ലാസ്റ്റ് ഇവളെ അന്വേഷിച്ച കണ്ട കാടും മേടും ഒക്കെ കയറി വന്ന് അന്വേഷിച്ച് വരും. അന്വേഷിച്ച് വരുമ്പത്തേക്ക് അന്വേഷിച്ച് വരുമ്പോ പറയും എന്നോട് നന്നായിട്ട് പഠിക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്, അപ്പം ഞാൻ പക്ഷെ അതൊന്നും ചെയ്യാതെ ഞാനിവിടെ വന്നു എന്നൊക്കെ പറഞ്ഞൊരു കുറ്റബോധത്തോടെയൊക്കെ പറയും. പക്ഷെ അപ്പൊ പുള്ളി പറയും അടുത്ത ജന്മത്തിലും നീ എൻ്റെ മകളായിട്ട് വേണം. അതാകുമ്പോഴത്തേക്ക് എന്തിന്? കുഴപ്പമില്ലല്ലോ, അല്ല വളർത്തി വലുതാക്കി കെട്ടിച്ചൊന്നും വിടണ്ടല്ലോ, ഇവളങ്ങ് ഇറങ്ങി പൊക്കോളൂ. ഓറൈറ്റ്. അതിപ്പോ ലാഭമായല്ലോ എന്ന് പറയുന്ന പോലെ അവളങ്ങ് പൊക്കോളും. അപ്പൊ മേ ബി അതുകൊണ്ടായിരിക്കും. എന്താണേലും പുള്ളി ഭയങ്കര അഭിമാനിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എനിവേസ് അപ്പൊ ഇങ്ങനെ പിന്നെ രാവണ്ണ പോയി അമ്മേനൊക്കെ ചെന്ന് കാണുകയും ആ. അമ്മേനെ കാണാൻ പോകുന്നത്
അമ്മേനെ കാണാൻ പോകുന്നത് ഈ വെണ്ണിലേനെ കൊണ്ടാണ്. അമ്മേനെ കാണാൻ പോയ ഒരു വെണ്ണില ഇമോഷണൽ മൊമെന്റ് ഒക്കെ. പറഞ്ഞിട്ടാണ് പോകുന്നത്. അതാണ് ആ, ഇതിനകത്തുള്ള ട്വിസ്റ്റ്. വെണ്ണില പറഞ്ഞ് വിളിച്ചോണ്ട് പോകുന്നതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അമ്മേനെ കാണാൻ ചെന്ന് അമ്മയായിട്ടുള്ള ഇമോഷണൽ മൊമെന്റ് ഒക്കെ കഴിഞ്ഞ് ഒരു 10 സെക്കൻഡ് പോലും ആയില്ല, അതിന് മുമ്പേ പോലീസ് അവിടെ വരും. അപ്പം ഇപ്പൊ ഇത്രയും പറയുമ്പോ തന്നെ നിങ്ങക്ക് തോന്നത്തില്ല, കാര്യം എവിടെ ചെന്നാലും ഇവൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവിടെയൊക്കെ പോലീസുണ്ട്. അപ്പൊ ഇവനെ മനഃപൂർവ്വം അവിടെ കൊണ്ടുവന്ന് ഐസൊലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് അവനെ കൊല്ലാനായിട്ടുള്ള പരിപാടിയാണെന്ന് നമുക്കും തീർച്ചയായും. തോന്നും. അതെ, അതെ. കാര്യം ഞങ്ങക്ക് പോലീസുകാരെങ്ങനെ തോന്നിയായിരുന്നു. അറിയുന്നു? ആ, അല്ല, ഞങ്ങൾ ആക്ച്വലി പറയുമായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ ദിസ് മൂവി വുഡ് ഹാവ് ബീൻ ബെറ്റർ. കാരണം അതൊരു ജസ്റ്റ് ഒരു പ്രേമപടം അല്ല. ഇറ്റ് ഈസ് എ വെരി കാൽക്കുലേറ്റഡ് എഫേർട്ട് എന്ന്. അതെ. അപ്പൊ ഈ ഒരു എന്താ പറയുന്നേ, കാര്യം അപ്പൊ ഒരു ലങ്കയൊക്കെ പോലത്തെ ഒരു ഒരു എക്സ്പീരിയൻസ് ആയേനെ. ഇപ്പൊ ഇതെന്ന് പറയുന്നത് ചാർലി മീറ്റ്സ് നക്സലൈറ്റ്സ് എന്നൊക്കെ പറയുന്ന പോലെ അതിലൊരു പ്രേമ കാവ്യം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. അപ്പം മറ്റേതാണെങ്കിൽ സ്വന്തം ജീവൻ വെടിഞ്ഞും വിരാട്ട പർവ്വത്തിനേക്ക് നയിക്കാൻ നോക്കിയ സായി പല്ലവി വെണ്ണില എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വേറൊരു ഡയമെൻഷനിൽ പോയേനെ. ഇതിന്റെ ഡയറക്ടർ ഈ കഥ എടുക്കാൻ തന്നെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒറിജിനലി നടന്ന ഒരു സംഭവത്തിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് പുള്ളി ചെയ്തത്. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നക്സലൈറ്റ്സിന്റെ ഒരു പോരാട്ടത്തിന്റെ ഇടയ്ക്ക് ഒരു പെൺകുട്ടി കൊല്ലപ്പെടുകയും ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ഇതിന്റെ ക്രോസ് ഫയറിൽ പെട്ട് കൊല്ലപ്പെട്ട ഒരു സംഭവത്തിൽ നിന്ന് എടുത്തിട്ടാണ് പുള്ളി ഇങ്ങനത്തെ ഒരു ആ, കഥയുണ്ടാക്കിയത്. അത് നല്ല മികച്ച ഒരു മികച്ചൊരു കഥയായിരുന്നു. കഥയായിരുന്നു. യെസ്. അപ്പം അപ്പൊ അമ്മയെ ആശുപത്രി കാണാൻ പോയ കാര്യം അതിന്റെ ബാക്കി പറയാം. അതൊരു ഒരു സംഭവമാണ്. യെസ്. ആ, അപ്പം ആശുപത്രിയിലാണോ പോയി കണ്ടേ? ആ, വീട്ടിലല്ലേ? അല്ലല്ല, അതൊരു ആശുപത്രി, എന്തോ ഒരു കോംപ്ലക്സ് ആണ്. ആശുപത്രിയാന്നാ ഞാൻ ഓർത്തത്. കാരണം ആശുപത്രി പോലെ ഉണ്ടായിരുന്നത് കണ്ടിട്ട്. ഈ സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. ആ, ആശുപത്രി ആയിരിക്കും. അപ്പൊ ആ, അമ്മ അവിടുന്ന് രക്ഷപ്പെടും. ഇതുങ്ങള് രണ്ടുപേരും കൂടെ ഓടി ഏതോ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ സ്ഥലത്തൊക്കെ ചെന്നിട്ട് ഒളിച്ചു നിൽക്കും. ആ, അതെ. അമ്മേനെ കൂട്ടത്തിലുള്ള ആരാണ്ട് രക്ഷപ്പെടും. അവിടുന്ന് കൊണ്ടുപോകും. അമ്മയുടെ കാര്യം ഉം. ഞാൻ നോക്കിക്കോളാം എന്നുള്ളത്. എന്നിട്ട് സായി പല്ലവിനെ പിടിച്ചോണ്ടാണ്, വെണ്ണിലേനും പിടിച്ചോണ്ടാണ് നമ്മുടെ രാവണ്ണ ഓടുന്നത്. ഓടിയിട്ട് ഭയങ്കര ഷൂട്ടൗട്ട് നടക്കുക കേട്ടോ. പോലീസും മറ്റേ സാധാ പോലീസൊന്നും അല്ല, ഇതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പോലീസാണ്, ട്രെയിൻഡ് ഭയങ്കര പോലീസ്. ആർമിയൊക്കെ പോലെ. ആ, ട്രെയിൻഡാണ്, ഭയങ്കര ട്രെയിൻഡാണ് അത്. സാധാ പോലീസുകാര് വെറും പോഴന്മാരാണെന്ന് നമുക്ക് ഇതുവരെ ഉള്ളതിൽ മനസ്സിലായി. പക്ഷെ ഇനിയിപ്പോ ഇതിൽ ഇവരെ പിടിക്കാൻ സ്പെഷ്യലായിട്ട് അപ്പോയിന്റ് ചെയ്ത സ്പെഷ്യൽ സ്ക്വാഡൊക്കെയാണ്. ഓപ്പറേഷൻ വിരാട്ട പർവ്വമാണ്. ടീമൊക്കെ വരും, സ്ട്രൈക്ക് ഫോഴ്സ് ഒക്കെ വന്നിട്ട് ഇവരെ സറൗണ്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം അവിടെ കനത്ത വെടിവെപ്പ് നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ രാവണനാണെങ്കിൽ അവിടെ തൂണിന്റെ പുറകെ ഇവളെ പിടിച്ച് മറിഞ്ഞ് നിന്ന് വെടിവെച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ഇടയിൽ ഇവള് റൊമാൻസ് ചെയ്യാൻ പോകും. രാവണയുടെ കെട്ടിപ്പിടിക്കും. രാവണനെ അങ്ങ് കെട്ടിപ്പിടിക്കും. രാവണനെ കെട്ടിപ്പിടിക്കുമ്പോ പാവം മനുഷ്യനല്ലേ പിള്ളേ. തോക്കൊക്കെ താഴെ ഇട്ടിട്ട് തിരിച്ച്. പുള്ളി പുള്ളി അവിടെ വെടിവെച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവളെ കെട്ടിപ്പിടിക്കുന്നത്. ഇവളെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് രാവണ പരിസരമൊക്കെ മറന്ന് തോക്കൊക്കെ താഴെയിട്ട് സറണ്ടർ ചെയ്ത് അവിടെ അങ്ങ് നിൽക്കും. അവിടെ ഉള്ള പോലീസുകാരെന്നാ വെടിവെച്ചോണ്ടിരിക്കുക. അവൻ കുറെ നേരമായിട്ട് വെടിയൊന്നും വെക്കുന്നില്ല, അങ്ങോട്ടൊന്നും നീങ്ങി പോവുക, അവര് സറൗണ്ട് ചെയ്യാൻ നോക്കുക, ഒന്നുമില്ല. അവരാള് നിന്ന് അവിടെ ആ മറഞ്ഞേക്കുന്നത് തോടിനിട്ട് തന്നെ വെടിവെക്കുക. ഇവൻ തോക്കും താഴെയിട്ട് അവിടെ ഇവളെ കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കും. അപ്പൊ ഞങ്ങൾ ഓർത്തു, ആ ഇതോടെ തീരുമാനിക്കും എന്ന് ഓർത്തു. പക്ഷെ രാവണ പരിസരബോധം വീണ്ടെടുത്ത് അവിടെ നിന്ന് ഓടുകയാണ്. രാവണ്ണയ്ക്ക് പരിസരബോധമുണ്ട്. ഇത്രയും വെടി കിടക്കുന്നതിന്റെ ഇടയ്ക്ക് അവിടെ വെച്ച് അവൾക്ക് അറിയണം അവന് അവളെ ഇഷ്ടമുണ്ടോന്ന്. എനിക്കിപ്പൊ ആ, അറിയണമെന്ന്. വെടി നടക്കും അവിടെ, ഭയങ്കര ഷൂട്ട് ഔട്ട്. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പുകയും വെടിയൊക്കെ. അതൊന്നും കുഴപ്പമില്ല. എനിക്കിപ്പൊ അറിയണം. ഇപ്പൊ അറിയണം നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ. കാര്യം ഇപ്പൊ പറഞ്ഞാലേ ഉള്ളു ഇവൻ സമ്മതിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇവൻ ചോദിച്ചു കഴിഞ്ഞ് ഇവൻ പറയത്തില്ലല്ലോ. ഇപ്പൊ ഇതിന്റെ ഇടയിലാണ് ഇവന് വേറെ ഓപ്ഷൻ ഇല്ല. വെടിവെക്കുന്നതിന്റെ ഇടയിലാണ് ഇമാതിരി ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മനുഷ്യൻ ജീവൻ പോവില്ലോ എന്നുള്ള അവസ്ഥയിലാണ്. എന്താണേലും ഇപ്പം അപ്പൊ അതോടുകൂടി രാവണയ്ക്ക് മനസ്സിലാകും വെണ്ണിലയോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം. പക്ഷെ അപ്പോഴും പുള്ളി അത് പറയുന്നില്ല. എന്നിട്ട് പിന്നെ കാണിക്കുന്നുമില്ല അധികം. ആ, ജസ്റ്റ് അവരൊരു ഒരു കുറച്ചുകൂടെ ഒന്ന് ഒരു എന്താ പറയുക, സോഫ്റ്റ് കോർണർ പോലെ ഫീൽ ചെയ്യുന്ന രീതിയിൽ പെരുമാറും അങ്ങനെ. ആ, പക്ഷെ രാവണ പരിസരബോധം വീണ്ടെടുത്ത് തോക്കൊക്കെ എടുത്ത് ഓടുന്നുണ്ട്. അപ്പം അതെ, അതെ. ഇവളെ കെട്ടിപ്പിടിച്ച് സർവം മറന്ന്
തോക്കും താഴെയിട്ട് ഒരു 15-20 മിനിറ്റെങ്കിലും രാവണ്ണ സറണ്ടർ ചെയ്ത് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഈ പൊട്ടന്മാര് പോലീസുകാർക്ക് പോയിട്ട് പിടിക്കാൻ സ്പെഷ്യലി പറ്റിയില്ല അത്. ട്രെയിൻഡ്. അതെ. എന്താ നക്സലൈറ്റ്സുകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പ്രത്യേക പരിശീലനം നേടിയ സ്ട്രൈക്ക് ടീമാണ് കേട്ടോ. നല്ല മികച്ച പരിശീലനമായിരുന്നു. എനിക്ക് തോന്നുന്നേ ആഹ്. ഇവര് ചിലപ്പം ഇത് മഹാഭാരതമായിട്ട് ബന്ധമുണ്ടല്ലോ വിരാട്ട പർവ്വത്തിന്. അപ്പൊ അന്നത്തെ ഉം. സമയത്തൊക്കെ ആയുധമില്ലാത്ത ആഹ്. പോരാളീനെ നമ്മള് വധിക്കാൻ വെടിവെക്കരുത്. പാടില്ല. അപ്പം കറക്റ്റ്. ശരിയാ. അല്ലാത്ത സമയത്ത് ഒരു അല്ല ബന്ധവും ഇല്ലാത്ത ആൾക്കാരെയൊക്കെ നക്സൽ വേഷം ഇടിയിപ്പിച്ചിട്ട് വെടിവെച്ച് കൊല്ലുന്നൊക്കെ ഉണ്ട്. അല്ല അതിനൊന്നും കുഴപ്പമില്ല. ഞങ്ങളിത് കണ്ടോണ്ടിരുന്നപ്പോ ശരിക്കും ഈ സീനൂടെ കണ്ടപ്പോ ഞങ്ങൾ ആക്ച്വലി ചിന്തിച്ചു. ഓക്കെ, ഇതിപ്പോ വെടിവെക്കാത്തത് സായി പല്ലവി അവരുടെ ആളായത് കൊണ്ടാവാം. എന്ന് ഞങ്ങള് ആ ചിന്തിച്ചു. പക്ഷെ അല്ലായിരുന്നു. പക്ഷെ അല്ല, അവർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നിട്ട് അങ്ങനെ മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കാണ് ഇവരുടെ ഒരു ഒരു നൈറ്റില് ഇവരുടെ ക്യാമ്പിൽ ഒരു അറ്റാക്ക് കാണുന്നത്. അതായത് ഈ നമ്മുടെ സമ്മയ്യ എന്നല്ലേ ആ, പറഞ്ഞത്. സമ്മയ്യ. ആ. ആ, സമ്മയ്യ ഒരു ചാരനായിട്ട് ഇവരുടെ ഗ്രൂപ്പിലുണ്ടല്ലോ. അപ്പം ഈ സായി പല്ലവി റാണേനെയും കൊണ്ട് എങ്ങാണ്ട് വിളിച്ചോണ്ട് പോയ ഗ്യാപ്പില് സമ്മയ്യ അവിടെ ഉള്ള 11 പേരെ തട്ടും. അത് ഒരു പെണ്ണൊക്കെ അവള് നക്സലൈറ്റ് ആണ് കേട്ടോ. ഞാൻ ഓർത്തിനി പ്രിയാമണി. ആദ്യം ഞാൻ ഓർത്ത് സായി പല്ലവി ആയിരിക്കും. കാര്യം തോക്കിങ്ങനെ എന്താ പറയാ, നമ്മൾ വീണയൊക്കെ പിടിക്കുന്ന പോലെ പിടിച്ചിട്ട് പുള്ളിക്കാരി അവിടെ കിടന്ന് ഉറക്കുക. ഇവൻ നൈസായിട്ട് തോക്കെടുത്ത് മാറ്റി അവളെ കൊല്ലും. അവിടെ ഉള്ള കുറെ 11 ഇവൻ തട്ടും ഈ സമ്മയ്യ ഒറ്റയ്ക്ക്. സമ്മയ്യ തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാ മറ്റേ എല്ലാവണ്ണം ഉറങ്ങിക്കിടക്കുമല്ലേ, ബോധമില്ലാതെ ഉറങ്ങി കിടക്കുന്നതിന് വെടിവെച്ചുവല്ലോ, എന്താ പാട്. ആ ഞാൻ എന്നിട്ട് പോലീസുകാരും വരും. ഇവര് തിരിച്ചു വന്ന ഗ്യാപ്പിൽ ഇത്രയും പേരെ തട്ടുകയും ചെയ്തു. അതുകൂടെ ആയി കഴിയുമ്പോഴാണ് പ്രിയാമണിക്ക് തോന്നുന്നത് ഇവക്ക് എന്തോ കാര്യം ഇവരുടെ പാർട്ടിയിൽ നിന്ന് പറയും സമ്മയ്യാണ് ട്രൈറ്റർ എന്നുള്ള ഇവർക്ക് മനസ്സിലാവും. അത് മാത്രമല്ല സമ്മയ്യ പറഞ്ഞു വേറൊരു ട്രൈറ്ററും കൂടെ ഇവരുടെ ഗ്യാങ്ങിലുണ്ട് എന്നുള്ള വിവരം ഇവരുടെ പാർട്ടി കൈമാറും. അപ്പൊ ഞാൻ ആലോചിച്ചു സമ്മയ്യ തന്നെ ഒരു ട്രൈറ്ററാണ്. അപ്പൊ അവൻ പറയുന്ന പരിപാടികളൊക്കെ എന്തിനാണ് ഇവന്മാര് വിശ്വസിക്കാൻ പോകുന്നത്. എന്താണേലും ഇവരുടെ ഗ്യാങ്ങിൽ വേറൊരു മെമ്പർ ഉണ്ടെന്നുള്ളത് അറിഞ്ഞിട്ട് അത് ലെറ്ററായിട്ട് ഇവനെ ഒരു കുറിപ്പായിട്ട് വരും നമ്മുടെ രാവണ്ണയ്ക്ക്. എന്തോ 4 മണിക്ക് ഏതാണ്ട് എടാ 5 മണിക്ക് വരുന്നതല്ലേ എന്ന് പറഞ്ഞാല് ആ 4 മണിക്ക് നീ നദിക്കരയിൽ വരികയാണെങ്കിൽ ആരാണ് ട്രൈറ്റർ എന്നുള്ളതൊക്കെ പറയാന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വരും. അപ്പൊ ഉടനെ നമ്മുടെ പ്രിയാമണി രഘുവും കൂടെ പറയും ട്രൈറ്റർ വേറെ ആരുമല്ല ഈ ഈ വെണ്ണിലയാണ് ട്രൈറ്റർ എന്ന് പറയും. കാര്യം എന്നിട്ട് അവര് പറയുന്ന വാദങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്കും തോന്നും ആ ശരിയാണ്. ന്യായം. ആ, ആ ശരിയാണ് പോയിന്റ്. ഇവര് പറയും ആദ്യം തൊട്ടേ പറയും ഇവള് ചെല്ലുന്നിടത്തൊക്കെ പോലീസ് വരുന്നുണ്ട്. നിന്റെ അമ്മേനെ കാണണമെന്നും പറഞ്ഞുകൊണ്ട് നിന്നെ വിളിച്ചോണ്ട് പോയ അന്നും പോലീസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവളെവിടെ ഉണ്ടോ അവിടെ പോലീസ് ഉണ്ട്. മാത്രമല്ല ഇവളേതാണ്ട് ഡയറിയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു അന്നേരം. അന്ന് ഡയറി എടുത്തോണ്ട് വരാന്ന് പറഞ്ഞ് പോയപ്പോഴാണ് പോലീസ് വന്നത്. എന്നിട്ട് ആ ഡയറി ഇതുവരെ അവള് കാണിച്ചില്ല. ഇതൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് രാവണ്ണയ്ക്കും ഡൗട്ടാവും. അപ്പം എന്നിട്ട് പിന്നെ ഈ രഘുവും നമ്മുടെ പ്രിയാമണിയും ചേർന്ന് വെണ്ണിലേനെ ഒരു ഒരു ചുള്ളിക്കമ്പരി ഇങ്ങനെ കെട്ടിയിട്ടിട്ട് വലിയ പത്തല് വെച്ചിട്ട് അടിക്കും. വെണ്ണിലെ വെണ്ണിലെ കെട്ടിയിട്ട് അടിക്കും. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു പാവം വെണ്ണില ട്രൂ ലവിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്. കണ്ടവന്റെ പോലീസിന്റെ വെടിയും ഇവരുടെ അടിയും എല്ലാം കൊള്ളണം. വലിയ പത്തലെടുത്തിട്ട് അടിക്കുക. അടിച്ച് സായിപ്പല്ലവിനെ അടിച്ച് പദം വരുത്തും. അന്നേരം പുള്ളിക്കാരി പറയും എൻ്റെ ബാഗിൽ ഡയറി ഉണ്ട്. ഒരു സീനിൽ ഇവർ ഈ വനത്തിലോട്ട് ക്രോസ് ചെയ്യുന്ന വഴിക്ക് സായി പല്ലവിയുടെ ബാഗ് തുറന്നിരിക്കുവായിരുന്നു കുറച്ച്. അപ്പൊ അതിൻ്റെ അകത്ത് നീ ഡയറി മറിഞ്ഞ് വെള്ളത്തിലൂടെ ഒഴുകിപ്പോവും. അതുകൂടെ കണ്ടപ്പോ ഞാൻ ഓർത്തു മേ ബി ഇനി താഴെ നിൽക്കുന്ന പോലീസുകാർക്ക് വേണ്ടിട്ട് ഇവളെ ഒഴുക്കി സ്പൈവർ. വിടുന്ന ആണോ. ആ. കറക്റ്റ് ആയിട്ട് ബാഗ് തുറന്നു വെച്ചിരിക്കുന്നു. പക്ഷെ അത്ര വലിയ ഡയറക്ടർ പുള്ളിയച്ചിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് ഡയറക്ടർ തന്നെ തെളിയിച്ചു. കാര്യം നമുക്കറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത്. ഇവള് മിക്കവാറും ഇവളെ ചാവും എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അങ്ങനെ ആവരുത്, ഇങ്ങനെ ആയാൽ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തന്നെ ഒരു സ്റ്റോറിയൊക്കെ മെനഞ്ഞ് തീർച്ചയായും. സിറ്റുവേഷൻസിനനുസരിച്ച്. പക്ഷെ അതൊന്നും അല്ലായിരുന്നു. എന്നിട്ട് സായി പല്ലവി പറയും എൻ്റെ ഡയറിയിൽ അല്ല എൻ്റെ ബാഗിൽ ഡയറി ഉണ്ട്, അത് നോക്കിയാൽ മതി എന്ന് പറയും. പ്രിയാമണി ബാഗ് എടുത്ത് നോക്കുമ്പോ അതിനകത്ത് ഡയറി ഇല്ല. നീ അന്നും ഡയറിയുടെ സത്യം പറയണി, ഡയറി എന്ന് പറയുന്നത് കോഡല്ലേ.
നീ അന്ന് ഡയറി എടുക്കാന്ന് പറഞ്ഞിട്ട് പോയപ്പോഴാണ് പോലീസുകാരൊക്കെ വന്നത്. ഇപ്പൊ ചോദിച്ചപ്പോഴും നീ ഡയറി എന്ന് പറയുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് സീരിയസ് ആയിട്ടാ ചോദിക്കുന്നത്. പക്ഷേ കോമഡി അൾട്ടിമേറ്റ് ആണ് അതൊക്കെ. ഡയറി എന്ന് പറഞ്ഞ കോഡല്ലേ, പോൾ ബാർബർ എന്നൊക്കെ പറയുന്ന പോലെ കുറെ നാളായി നിന്റെ ഡയറി. നീ കാരണം നീ വരുന്നത് വരെ ഞങ്ങളുടെ ഗ്യാങ്ങില് ഒരു കുഴപ്പമില്ലായിരുന്നു. നീ വന്നതിന് ശേഷം 11 പേരാ ചത്തുപോയത്. അതിനെ ചൊല്ലിയിട്ട് ഈ രഘുവും നമ്മുടെ ആക്സിഡന്റൽ ലീഡറും പ്രസന്റ് ലീഡറും തമ്മിൽ ഒരു 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 കോൺവെർസേഷൻ വാഗ്വാദം. അതെ, അതെ, അതെ. ഒരു കോൺവെർസേഷൻ ഉണ്ട്. അപ്പൊ ഈ ഇവരുടെ സ്റ്റേറ്റ് കമ്മിറ്റിന്ന് ഈ ട്രേറ്റർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അയാള് അവരുടെ ഒരു ലീഡറെ ഇവര് മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ലീഡർ പറയും, ഒരു 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 ഗ്രൂപ്പിന്റെ ലീഡർ എന്ന് പറയുന്നയാള് എല്ലാം എന്താ പറയുന്നത്, കൂടുതൽ വിജിലന്റ് ആയിരിക്കണം. നമ്മുടെ ദളത്തിന് നേരെ വരുന്ന എല്ലാ ആക്രമണവും ചെറുക്കാൻ ശേഷിയുള്ള ആളായിരിക്കണം. നിന്റെ ഗ്രൂപ്പിൽ തന്നെ ഒരു ട്രേറ്റർ ഉണ്ടായിട്ട് നീ അത് അറിഞ്ഞില്ലെന്ന് അയാളൊന്ന് കുറ്റപ്പെടുത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ രഘുവായിട്ടുള്ള രാവണയുടെ കോൺവെർസേഷനിൽ രഘു പറയും, നീ എന്ത് തേങ്ങ കാണിച്ചുകൊണ്ടിരുന്നത്, ഞാൻ ലീഡർ ആയിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ല എന്ന് പറയാം. അപ്പം രാവണ പറയും, നീ ലീഡർ ആയിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ല. നീ ലീഡർ ആയിരുന്ന സമയത്തല്ല ആക്സിഡന്റലി ഒരു ജീപ്പ് വെറുതെ ഒരു രസത്തിന് കത്തിച്ച് ഒരു കുടുംബത്തെ കൊന്നത് എന്ന് പറഞ്ഞ് ആക്സിഡന്റൽ ലീഡറിന്റെ ഈ ആക്സിഡന്റൽ ലിസ്റ്റുകളൊക്കെ പറയും. അപ്പം രഘു പറയും, ഓ നീ ഭയങ്കര വലിയ പുണ്യാളനാണല്ലോ, നീ സ്വന്തം ടീമിൽ ഒരു ചാരനെ കൊണ്ടുവന്ന് 11 പേരെ കൊന്നതാണോ നിന്റെ ലീഡർഷിപ്പ് എന്ന് പറയും. അപ്പൊ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് രാവണ പറയുന്നത്, അത് ആക്സിഡന്റ് അല്ല, അത് ബിട്രയലാണ്. ബിട്രയൽ. അത് ആക്സിഡന്റ് അല്ല, അത് ബിട്രയലാന്നു. എടാ അവനൊന്നും ഇല്ലെങ്കിൽ അവനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിലാണ് അവന്റെ ലീഡർഷിപ്പ് ആക്സിഡന്റ് പോയത്. ആയിരുന്നു അത്. അതെ. അതൊന്നും ഇല്ലെങ്കിൽ ആക്സിഡന്റ് ആയിരുന്നു. നീ നിന്റെ ഗ്രൂപ്പിൽ തന്നെ ഒരു ചാരനെ കൊണ്ടുവന്ന് ഒരു കാര്യമില്ലാതെ 11 പേരാ ചത്തുപോയത്. എന്നിട്ട് അതിനെ ഡിഫെൻഡ് ചെയ്ത് ആ, പറയും. നല്ല അതൊന്നും കുഴപ്പമില്ല. അത് അതൊക്കെ അല്ല, അത് ബിട്രയലാണല്ലോ, ആക്സിഡന്റൽ അതെ. ലിസ്റ്റിൽ വരില്ല. ബിട്രയലിന് കുഴപ്പമില്ല, ആക്സിഡന്റ് ആയാലേ പ്രശ്നമുള്ളൂ. എന്താണേലും അപ്പൊ സായ് പല്ലവി ആണ് ട്രൈറ്റർ എന്നുള്ളത് 100% അവര് നിരൂപിക്കും. ഉറപ്പാണെന്ന്. ആ, അതെ. 100% കൺഫേംഡ് ആണെന്നാണ്. 100% കൺഫേംഡ് ആണെന്ന് രഘുവും പ്രിയാമണിയും പറയും. അതോടെ കേട്ട് കഴിയുമ്പോൾ രാവണ, എന്നിട്ട് അത് മാത്രമല്ല, പ്രിയാമണി ഒരു കാര്യം കൂടെ പറയും, നിന്റെ അമ്മേനെ അടുത്തോട്ട്, അമ്മേനെ കാണിക്കാനാന്ന് പറയും നിന്നെ വിളിച്ചോണ്ട് പോയത് തന്നെ നിന്നെ പോലീസിനെ കൊണ്ട് കൊല്ലിക്കാനായിരുന്നു ഉം. എന്നൊരു അഡീഷണൽ ഇൻഫർമേഷൻ ബിറ്റും കൂടെ കൊണ്ടിട്ട്. അങ്ങോട്ട് അതെ. അഡീഷണൽ ബിറ്റും കൂടെ ഇടും. അതുകൂടെ ആകുമ്പോൾ രാവണയ്ക്ക് പൂർത്തിയാവും. നമുക്ക് ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് സായ് പല്ലവിനെ കൊണ്ടുപോകും. സായ് പല്ലവി ഓർക്കും രഘു ഇങ്ങനെ പുഴയും മലയൊക്കെ സ്നേഹം. കാണിക്കാൻ അതെ. വേണ്ടി സ്നേഹം പ്രകടിപ്പിക്കാൻ കൊണ്ടാണ് ഏട്ടാന്ന് പറഞ്ഞുകൊണ്ട് പുറകെ പോവും. ശരി. പുറകെ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കാണ് പുള്ളി റിവീൽ ചെയ്യുന്നത്, നിന്നെ ഇവിടെ ഇട്ട് കൊല്ലാൻ പോവാണെന്ന് പറഞ്ഞ്. എന്നിട്ട് പുള്ളി പറയും, അപ്പൊ സായ് പല്ലവി ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുന്നത്, ദയനീയമായ ഒരു ഒരു ചിരിയോടെ ഇങ്ങനെ നിൽക്കും. അല്ല, അതായത് നിന്റെ അന്ന് നീ എന്നോട് ചോദിച്ചില്ലേ നിനക്ക് എന്നെ ഇഷ്ടമാണോന്ന്? അപ്പൊ അന്നേരം പുള്ളി കൺഫസ് ചെയ്യുകയും ചെയ്യും. എനിക്ക് നിന്നെ ആ, ഇഷ്ടമായിരുന്നു. നീ നിന്നെ ബട്ട് നീ എന്നെ ഇഷ്ടമായിരുന്നു. ബിട്രേ ചെയ്തു. അതെ, ലവ് എന്ന് പറയുന്നതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ പോയ്സൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അത് പുള്ളി ആദ്യമേ ഇവള് പറഞ്ഞ സമയത്താ പറഞ്ഞതാണ്, ലവ് എന്ന് പറയുന്നുണ്ട്. പറയുന്ന അതെ, ഒരു അതെ. ഡിസീസ് ആണ്, പോയിസൺ അതെ, ആണ്. അതെ, അപ്പൊ അതെ. പുള്ളിക്കാരി ചോദിക്കും, മീരാബായും കൃഷ്ണനും തമ്മിലുള്ളതും പിന്നെ എന്താ അത് മാവോയുടെ എന്താണ്. കാര്യം, കാൾമാക്സിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അവർക്കൊക്കെ വൈഫ് ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ലവ് ഉണ്ടായിരുന്നു എന്നൊക്കെ അത് പറയുന്നുണ്ട്. പിന്നെയാ പറയുന്നേ. ആ ആ. പുള്ളിക്കാരി മീരാബായിയുടെ കാര്യം പറയുമ്പോ ഇങ്ങേര് ശിവന്റെ ഇതിൽ ഏതാണ്ട് എക്സാമ്പിളും പിന്നെ വേറെന്തോ വിഷ്ണുവിന്റെ എക്സാമ്പിളും അങ്ങനെ ഏതാണ്ട് 2 ദൈവങ്ങളുടെ എക്സാമ്പിൾ പറയും. ആ. എന്നിട്ട് പറയും അവർക്കും ഇതുപോലെ ഡിസീസ് ആയിരുന്നു ലവ് എന്ന് പറയുന്നത്. കാര്യം ഇവര് നക്സലൈറ്റ്സ് ആണല്ലോ, ഇവർക്ക് ദൈവത്തിൽ അങ്ങനെ വിശ്വാസമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് പുള്ളി ആ കറക്റ്റ്. എക്സാമ്പിൾ എടുക്കും. അപ്പൊ പുള്ളിക്കാരി ചോദിക്കും, അപ്പൊ നിന്റെ മാവോയും ലെനിനും ഒക്കെ കല്യാണം കഴിച്ച് കാൾ മാർക്സും കല്യാണം കഴിച്ചിട്ടല്ലേ വിപ്ലവത്തിന് ഇറങ്ങിയത് എന്നൊക്കെ പറയും. അപ്പൊ എന്താണേലും ഇപ്പൊ പുള്ളി ഇപ്പൊ ഇതൊക്കെ ഓർത്തെടുത്തിട്ട് പറയും ലവ് ഒരു പോയിസൺ ആണ് എന്ന് പറഞ്ഞിട്ട് പാവം നമ്മുടെ വെണ്ണിലയുടെ നെഞ്ചത്ത് തന്നെ ഒരു വെടി അങ്ങോട്ട് വെക്കും. ഒറ്റ വെടിയെ വെക്കുള്ളൂ, ആ വെടിക്ക് തീരും. വെണ്ണില പറഞ്ഞ് ആറ്റിലോട്ട് വീഴും.
അപ്പൊ തന്നെ പുള്ളിക്കാരിയുടെ അതിങ്ങനെ കമന്ന് കടന്നാണ് പൊങ്ങിയത്. അതൊരു അപ്പം ഒരു ക്ലിഫിൽ നിന്നല്ല വീഴുന്നെ. അപ്പൊ ചെലപ്പോ ആ ഒരു ഇതില് തലയിടിച്ച് കാണുമായിരിക്കും ചെലപ്പോ. പറയാൻ പറ്റത്തില്ല. ഒരു ആ, വല്യ ക്ലിഫീന്നല്ല വീഴുന്നെ. എന്താണേലും രക്ഷപ്പെട്ടിരുന്നെങ്കി അത് തെലുങ്ക് പടമായേനെ. പക്ഷെ രക്ഷപ്പെട്ടില്ല. പക്ഷെ അവൻ. രക്ഷപ്പെട്ടില്ല. രക്ഷപ്പെടണമായിരുന്നു പാവം. യെസ്. എന്നിട്ട് വെണ്ണിലയുടെ ഡയറി അന്നേരം അതിന്റെ അടിയിൽ കൂടെ ഒഴുകി വന്ന് ഇങ്ങനെ പുള്ളിക്കാരിയുടെ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് അപ്പോഴത്തേക്ക് ഇവൻ വെടിയൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും പ്രിയാമണിക്ക് ഒരു കത്ത് വരും, ഒരു ചെറിയ കുറിപ്പ്. അതിൻ്റെ അകത്ത് വന്നിട്ട് പറയും മറ്റേ സമ്മയ്യയുടെ ഇൻഫർമേഷൻ തെറ്റായിരുന്നു, ഫെയ്റ്റ് അതിൽ ആയിരുന്നു. വേറെ ട്രേറ്റർ ഇല്ല. പക്ഷെ ആക്ച്വലി ആ പോലീസുകാർ വേറൊരു ട്രേറ്ററെയും കൂടെ അതിൻ്റെ അകത്ത് പ്ലാൻ ചെയ്യുന്നത് നമ്മളെ ഉണ്ട്, ഉണ്ട്. കാണിക്കുന്നുണ്ട്. ഒരു ചെറുക്കൻ കേറി പോകുന്നുണ്ട്. പക്ഷെ പിന്നെന്തോ അവന് സംഭവിച്ചതെന്ന് കാണിക്കുന്നില്ല. ആ, അറിയത്തില്ല നമുക്കെന്താന്ന്. അപ്പൊ ആ ഇൻഫർമേഷൻ ഒരിടത്തത്ത് ശരിയായിരുന്നു. ആണ്. പക്ഷേ പോലീസുകാർ മണ്ടന്മാര്, നക്സലേറ്റ്സും മണ്ടന്മാര്. എന്നിട്ട് ഇത് വായിച്ചു കഴിയുമ്പോഴാണ് പ്രിയാമണിക്ക് രഘുവിന് മനസ്സിലാവുന്നത് അബദ്ധം സംഭവിച്ചു എന്നുള്ളത്. അപ്പൊ ഞാൻ അന്നേരം കുമാരിയോട് പറഞ്ഞു, ആ ഇൻഫർമേഷൻ പോയിട്ട് ഈ രാവണന്റെ അടുത്ത് പറയേണ്ട കാര്യമില്ലായിരുന്നു. അത് അവള് ശരിയാ ട്രൈറ്റർ കേട്ടോ. ആണെന്നങ്ങ് വിചാരിച്ചാ മതിയായിരുന്നു. കറക്റ്റ്. അപ്പൊ പാവത്തിന് അത്രയും വിഷമാവില്ലായിരുന്നു. അതല്ല പേഴ്സണൽ കാര്യങ്ങൾ അപ്പൊ അതിന്റെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാതെ പുള്ളി കുറച്ചുകൂടെ റാഷണൽ ആയിട്ട് ചിന്തിച്ച ഒരു നല്ല ലീഡർ ആയേനെ. ആ, ഇനി ആരെയും വിശ്വസിക്കത്തുമില്ല. കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ട് അവരുടെ ആ. ഗ്രൂപ്പിനും നല്ലതായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇവരത് പറഞ്ഞ് രാവണ ഓടി വന്ന് തിരിച്ച് ആറ്റിലേക്ക് ചാടുന്നുണ്ട്. പക്ഷെ ഒരു പക്ഷെ കാര്യമില്ല. വെണ്ണില വാസ് ഗോൺ. വെണ്ണില ചന്ദനക്കിണ്ണം മുങ്ങി മുങ്ങിപ്പോയി. അങ്ങനെ ഒരു ട്രാജിക് നോട്ടോടുകൂടിയാണ് പടം എൻഡ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ കങ്കുവയിലെ മറ്റേ എന്താ അവന്റെ പേര്, പൊറുവന്റെ ഡെത്തിന് ശേഷം ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു ഡെത്ത് ആയിരുന്നു വെണ്ണിലയുടേത്. തീർച്ചയായും സത്യം യോജിക്കുന്നു. പറഞ്ഞാൽ നമ്മൾ വെണ്ണിലയ്ക്ക് വേണ്ടി വിഷമിക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം എന്താ പറയുന്നത്, എട്ടും പൊട്ടും തിരിയാത്ത ഒരു പെൺകുട്ടി ഒരു നക്സൽ ലീഡറിനെ പ്രണയിച്ച് അവളുടെ കുടുംബത്തിനെയും നാടും വീടും എല്ലാം ഉപേക്ഷിച്ച് അല്ല വന്ന്. കൊച്ചു പെണ്ണാണ് ആക്ച്വലി. കാരണം അവള് സ്കൂളിൽ ആ, പഠിക്കുന്നതായിട്ടാണ് ആദ്യം നമ്മളെ കാണിക്കുന്നത്. അപ്പൊ മേ ബി ഒരു 12th കൂടിപ്പോയ അത്രേ ഉള്ളൂ അവളുടെ ആ, പ്രായം എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ. പക്ഷെ പക്ഷെ നമുക്കത് കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല. ഇല്ല, ഇല്ല. നല്ല കോമഡി കാര്യം. അവളോട് പറയാത്ത ആൾക്കാരില്ല. ഇവിടെ ആരുടെയൊക്കെ അടുത്ത് രാവണയുടെ കാര്യം രാവണ അടക്കം പറഞ്ഞു, എന്റെ പൊന്നു പെണ്ണെ ഉള്ള നേരത്ത് വരുന്നത് പഠിക്കാൻ നോക്ക്, നിനക്ക്. അല്ല അത് സ്വാഭാവികമാണല്ലോ. കാരണം ഇവനെ കണ്ടിട്ടില്ല, ഇവനെ അറിയത്തില്ല. ഇവൻ എഴുതിയ ഒരു പുസ്തകം, ഇവൻ എഴുതിയ ഒരു പോയട്രി ബേസ് ചെയ്തിട്ട് ഇവള് പുറകെ ഇറങ്ങി തിരിക്കുക. ഐ മീൻ കാവ്യപരമായിട്ടൊക്കെ ഇത് കേൾക്കാൻ നല്ല രസമുണ്ട്. അതും നക്സൽ ആൾക്കാരുടെ ഇടയിലോട്ട് അവര് തന്നെ ജീവൻ ആ, പണയം വെച്ച് വേറെ ആൾക്കാർക്ക് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ് അവര്. അവരുടെ ഇടയിലോട്ട് കയറി ചെന്നിട്ട് പ്രേമിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പുള്ളിക്കാരിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എപ്പോഴും അവന്റെ കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ള, അവന്റെ കൂടെ ഉണ്ടാവുമ്പോ എന്താ സംഭവിക്കുന്നതെന്നുള്ളത് പുള്ളിക്കാരി ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. കുറെ പേര് മരിക്കുന്നുണ്ട്, അവളോടുകൂടി രക്ഷപ്പെടാൻ പറഞ്ഞവനൊക്കെ വെടികൊണ്ട് ചാവും. അപ്പൊ ഒരു കാര്യമില്ല, അന്നേരമെങ്കിലും പിന്നെ മനസ്സിലാക്കണ്ടേ. അല്ല പ്രിയാമണിയും ഇത് വോൺ ചെയ്യുന്നുണ്ട്. ഈ ഇതിനകത്ത് നിന്ന് പിടിച്ചോണ്ട് പോകുന്ന എല്ലാ സ്ത്രീകളെ ഒന്നെങ്കിൽ അവര് റേപ്പ് ചെയ്യും, അല്ലെങ്കിൽ മ്യൂട്ടിലേറ്റ് ചെയ്യും. അങ്ങനെയാണ്. അപ്പൊ നിനക്കത് ആ, സംഭവിക്കും ഇന്നോ നാളെ എന്ന് ഇപ്പൊ നാളെ, പറയുന്നുണ്ട്. ആ. നാളെ എനിക്കോ നിനക്കോ അത് സംഭവിക്കാം. അപ്പൊ അങ്ങനെയുള്ള അവർക്ക് ഓൾറെഡി ഇതിന്റെ ഭാഗമായിട്ട് ചേർന്നാൽ എന്താണ് അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്നുള്ളതൊക്കെ എല്ലാവരും വ്യക്തമായി പറഞ്ഞ് പഠിപ്പിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നിട്ടും പോയി തലവെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് പ്രത്യേകിച്ച് എന്താ പറയുക, സഹതാപമൊന്നും തോന്നില്ല. വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു എൻഡിങ് ആയിരുന്നു. അങ്ങനെ പാവം സായ് പല്ലവി, അതായത് ദുൽഖറിന്റെ ചാർലിയിൽ ലാസ്റ്റ് പൂരത്തിന്റെ ഇടയ്ക്ക് ആൾക്കാർ ചവിട്ടി മെതിച്ച് പാർവതി കൊല്ലപ്പെടുകയാണെങ്കിൽ, പൂരത്തിന് ആന അടഞ്ഞ് പാർവതിനെ ചവിട്ടി കൊല്ലുകയായിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവുമോ അതുപോലത്തെ ഒരു എൻഡിങ് എന്ന് വേണമെങ്കിൽ പറയാം. എന്താണേലും അങ്ങനെയാണ് നമ്മുടെ വിരാട്ടപർവം ചാർലി അവസാനിക്കുന്നത്. ചാർലീസ് വിരാട്ടപർവം, പല്ലവീസ് വിരാട്ടപർവം, വെണ്ണിലയുടെ ചാർലി, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ കൊടുക്കാം. അപ്പൊ അങ്ങനെ ഒരു എൻഡിങ് ആണ്. അപ്പൊ നിങ്ങൾ കാണാത്തവരൊക്കെ പോയി കാണുക. നല്ല മികച്ച ഒരു എൻജോയബിൾ പടമാണല്ലേ. നക്സൽ പടമാണ്. പക്ഷെ കുറെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു പോകുന്നുണ്ട്. നക്സലൈറ്റ്സിന്റെ അവരുടെ ഒരു ഐഡിയോളജി, അവരുടെ പോരാട്ടവും ഉം. ഏഹ്, ആൾക്കാരെങ്ങനെയാണ് അവര് ഹെൽപ്പ് ചെയ്യുന്നത്, പോലീസ് ആ എങ്ങനെയാണ് അവരെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന അതെ. അവിടെ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിലുള്ള മറ്റേ സോഷ്യൽ സ്ട്രക്ചറിങ്, ഈ കാസ്റ്റിസം, റേസിസം അങ്ങനത്തെ സാധനങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ,
അതൊക്കെ ഉണ്ട്. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ ലവ് സ്റ്റോറി അതിന്റെ മെയിൻ ഫോക്കസ് ആകുമ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകുന്നു. സൈഡ് ലൈൻഡ് ആയി പോവും. അതാണ് ആ പ്രശ്നം. ആ, അതാണ്. ശരിയാണ്. ഇപ്പം എനിവേയ്സ് അതൊരു വളരെ മനോഹരമായ ഒരു ദൃശ്യ മികവായിരുന്നു. ഞങ്ങള് ആക്ച്വലി ഉണ്ടല്ലോ 2 ദിവസമായിട്ടാണ് കണ്ടു തീർത്തത്. കാരണം ഞങ്ങക്ക് ഇച്ചിരി നീങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അല്ലേ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴത്തേനും. ആ ഒരു വേറൊരു ഒരു പടം ഞങ്ങൾ കണ്ടായിരുന്നു. ഇത് ഒരു നക്സൽ പടം. എന്താണ് അതിന്റെ പേരെന്താ അപ്പോട്ടല് എന്തോ ഒരു തെലുങ്ക് പേരാണ് ഇച്ചിരി ഒരു എന്താ എന്താണ്ട് ദേവളൻ അപ്പട്ടാലു ഒക്കടന്നാവൂ ദേവിട് ഒക്കടന്ന ഒക്കടൻ ഒക്കടൻ ഒക്കടണ്ടാവരൂ ഒക്കടണ്ടേവരുവോ അങ്ങനെ എന്തോ ഒരു സാധനം. ഇതിന്റെ പേരൊക്കെ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ല അപ്പാട്ടലോ നല്ല ഒക്കടണ്ടാവരൂ അങ്ങനെ എന്തോ ആ, ഒരു പേരാ. അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വൺസ് അപ്പോൺ എ ടൈം ദർ ഹി വാസ് ദർ എന്നോ ദർ ഹി വാസ് എന്നോ അങ്ങനെ എന്തോ ആണ് അതിന്റെ ഇംഗ്ലീഷ് ആ, ട്രാൻസ്ലേഷൻ ആണ് ലൂസ്ലി ഓർക്കുന്നത്. അപ്പാട്ടലോ ഒക്കടുണ്ടേവടു ആ, അതാണ് അതിന്റെ പേര്. യെസ്. നല്ല മികച്ച പേരായതുകൊണ്ട് യെസ്. അല്ല പക്ഷെ പക്ഷെ നല്ല അത് പടമായിരുന്നു. ആ ഞങ്ങള് നല്ല 2 പടമായിരുന്നു. മണിക്കൂറോളം പടം ഞങ്ങളത് ആക്ച്വലി അറിഞ്ഞില്ല ആ പടം പോയത്. ഫുള്ള് ഭയങ്കര എന്താ സ്പീഡായിരുന്നു. ആ അത് ഞങ്ങളാണെങ്കി ഇതെങ്ങനുണ്ട് ഈ മറ്റേ വിരാട്ടപർവ്വം പോലെ തന്നെ പന്നലായിരിക്കുമെന്ന് പന്നലല്ല വിരാട്ടപർവ്വം ഇസ് നോട്ട് ആക്ച്വലി എ ബാഡ് ഫിലിം. പക്ഷെ ഒരു വിരാട്ടപർവ്വം കണ്ടിരിക്കാം കുഴപ്പമില്ല. പക്ഷെ അവര് സീരിയസ് ആയിട്ട് പറഞ്ഞൊക്കെ കുറച്ച് കോമഡി ആയിട്ടാണ് കോമഡി നമുക്ക് തോന്നുന്നത് എന്നുള്ളതേ ഉള്ളൂ. അതെ. നല്ല അപ്പൊ പടമാണ് കേട്ടോ, കണ്ടോണ്ടിരിക്കാം. അങ്ങനെ ഭയങ്കര ഇത്തിരി കുറച്ച് ഒരു ചെറിയ ഇച്ചിരി നീങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതാണ് ലാഗ് ഇതിന്റെ ഉള്ള ഒരു പോലെ നമുക്ക് തോന്നും. അതാണ് പ്രശ്നം. അപ്പം ഞങ്ങള് ആക്ച്വലി ആ ഒരു ഇത് വെച്ചിട്ട് തന്നെയാണ് ഈ അപ്പാട്ടലു കണ്ടത്. അപ്പൊ താഴെ കമന്റിലൊക്കെ എടുത്ത് വന്നിട്ട് ഞാനൊരു ട്രെയിൻ സീക്വൻസ് കാണാൻ വേണ്ടിയാന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഒക്കെ ആ ഇട്ടിട്ടുണ്ട്. ആ അപ്പൊ അത് ഞങ്ങളപ്പോ അത് ചുമ്മാ ഇതൊരു എന്തേലും ആട്ടെ. അത് തുടങ്ങിയപ്പോഴാണെങ്കിൽ ഒരു സീരിയൽ രീതിയിലാണ് ഇത് എടുത്തു വെച്ചിരിക്കുന്നത്. അതിന്റെ ക്യാമറ എഡിറ്റിംഗും ഒക്കെ. പക്ഷെ പടം ഭയങ്കര നല്ലായിരുന്നു. ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. എല്ലാ കഥ ഭയങ്കര പാക്ഡ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമുക്കത് സമയം പോകുന്ന അറിഞ്ഞില്ല. 2 മണിക്കൂർ പെട്ടെന്ന് പോയി. പക്ഷെ ഉം. വിരാട്ടപർവം ഓൺ ദ കോൺട്രറി ഇറ്റ് വാസ് വെരി സ്ലോ മൂവിങ്. നമുക്ക് ഏഹ്, അതെ. എനിക്കറിയത്തില്ല. എന്തോ ഒരു നല്ല രസമായിരുന്നു. 2 ദിവസം എടുത്ത് ഞാ- കണ്ടു തീർക്കാൻ. ആ, മികച്ചതായിരുന്നു. ഞാൻ വിരാട്ടപർവ്വം കണ്ടിട്ട് ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയത് കൊണ്ടാണ് അടുത്ത ദിവസം ഇരുന്ന ബാക്കി കണ്ടു തീർത്തത് ഞങ്ങള്. അപ്പോ അയ്യോ! അത്രയും യെസ്. അപ്പൊ എന്താ അത്രയും ഒരു പറയുന്നത്. മികച്ച പടാണ്. പക്ഷെ നിങ്ങള് പോയി കാണ്. ഇത് എന്താ ക്രിട്ടിക്സ് ഒക്കെ നല്ലതാന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് ആ വിവരം ഇല്ലാത്തോണ്ട്. എൻഗേജിങ് ആയിരിക്കും. കാര്യം എനിക്ക് അന്നേരം ഞാൻ കണ്ടോണ്ടിരുന്നപ്പോൾ ഭയങ്കര ടയേർഡ് ആയിരുന്നതിന്റെയും കൂടെ ഒരു പരിണിത ഫലമായിട്ടായിരിക്കും ഉറങ്ങിപ്പോയെന്ന് വിചാരിക്കും. പക്ഷെ എന്നാലും കുറച്ച് സമയം എടുത്തു അത് പടം ഒരു ഇതാവാനായിട്ട്. പക്ഷെ അത് ഉം. നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. ക്രിട്ടിക്സിനൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇത് തിയേറ്ററിലെ ആൾക്കാർക്ക് ചിലപ്പോൾ ഇതേ അവസ്ഥയായിരുന്നായിരിക്കണം. അതുകൊണ്ടായിരിക്കുമല്ലോ ആൾക്കാർ കാര്യം പ്രത്യേകിച്ച് ഇങ്ങനെ മറ്റേ അപ്പാട്ടിലോ ഒക്കടൻ ഓ ദേവഡു. ഒക്കടൻ ഒക്കടുൺ ദേവഡു. ഒക്കടുണ്ടേവടു പോലെ ഭയങ്കര സ്പീഡിലായിരുന്നു പോയിരുന്നെങ്കിൽ ആൾക്കാർ ഈ ഒരു പ്രതികരണം വരത്തില്ലല്ലോ. അപ്പം Yeah. അപ്പൊ എന്താണെങ്കിലും ഇപ്പൊ അപ്പൊ നമുക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതെ, അതെ, അതെ. നമുക്ക് എന്താണേലും എല്ലാരും വിരാട്ട പർവ്വം പോയി കാണുക. സായി പല്ലവി ഫാൻസ് ഉണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കുക. സായി പല്ലവിയോട് വെറുപ്പൊന്നുമില്ല ഞങ്ങൾക്ക്. ബട്ട് വിരാട്ട പർവ്വം പോയി കാണുമ്പോഴത്തേനും നിങ്ങൾക്ക് ഓക്കെ ഇങ്ങനെ പറയാം. നിങ്ങൾക്ക് ചാർലി ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ആൻഡ് ഇഫ് യു ലൈക്ക് ലവ് സ്റ്റോറീസ് ആൻഡ് സോഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഡീൽ ചെയ്യുന്ന പടങ്ങളൊക്കെ ചാർലി ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു നക്സലൈറ്റ് ആയിരുന്നെങ്കിൽ എന്നുള്ള രീതിയിൽ എങ്ങനെയായിരുന്നേനെ? നിങ്ങൾ കണ്ടു നോക്കൂ. അല്ല അങ്ങനെയാണെങ്കിൽ പറയാം. അതായത് ചാർലി ഇഷ്ടപ്പെട്ടവർക്ക് പോയി കാണാം. നക്സൽ പടങ്ങൾ ഇഷ്ടമുള്ളവർക്ക് പോയി കാണാം. ലവ് സ്റ്റോറീസ് ഇഷ്ടമുള്ളവർക്ക് പോയി കാണാം. കലിപ്പൻ കാന്താരി ഇഷ്ടമുള്ളവർക്കും വേണമെങ്കിൽ പോയി കാണാൻ പറ്റുന്ന പോയി ഒരു കാണാൻ പടമാണ്. പറ്റും. അതെ യെസ്. അതെ അപ്പൊ തീർച്ചയായും. അങ്ങനെ ഈ ജോൺറാസ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി വിരാട്ട് പർവ്വം പോയി ചെക്ക് ചെയ്യുക. സായി പല്ലവി ഇഷ്ടമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ റാണ ജീന ഇഷ്ടമുള്ളവരാണെങ്കിൽ പോയി കാണാം എന്ന പടമാണ്. ആൻഡ് ഓൺ ദാറ്റ് നോട്ട് ദിസ് ഇസ് മീ യുഡിസി കുമാരി സൈനിങ് ഔട്ട് വിത്ത് മിസ്റ്റർ ദിഗംബരി. ബൈ. ബൈ.